ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്കൊരുക്കപ്പെട്ട നല്ല അവസരത്തിനായി, ശ്രേഷ്ഠകരമായ അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഒരുക്കപ്പെട്ട നല്ല അവസരത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ലോകമെമ്പാടും ഭക്തലക്ഷങ്ങൾ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഉയർപ്പിൻ്റെ ഞായറാഴ്ച പകൽക്കാലം അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഉയർപ്പിനായി ഒരുങ്ങുന്ന ഈ പകലിലും അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കപ്പെട്ട നല്ല അവസരത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആ കൃപയിൽ സന്തോഷിക്കുന്നവർ, ദൈവം തന്ന നല്ല അവസരത്തിൽ സന്തോഷിക്കുന്നവർ മടികൂടാതെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അധരങ്ങൾ തുറന്ന് ഹൃദയം കൊണ്ട് കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവർ യേശുവിൻ നാമത്തിൽ ഈ പകലിലും സ്തുതിക്കുവാൻ നമുക്ക് കാരണമുണ്ട്. നാം കർത്താവിന്റെ അടുക്കൽ, രാജാതിരാജാവിന്റെ അടുക്കൽ ആയിരിക്കുന്നു. അതെ, അനേകർക്ക് ലഭിക്കാത്ത അവസരം, അനേകർ പാഴാക്കി കളഞ്ഞ അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. സഭ സ്തുതിച്ചാട്ടെ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ലൈവിൽ വീക്ഷിക്കുന്നവർ മടികൂടാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പകലിൽ പിശാചിനെ ജയിച്ചിരിക്കുന്നു. അതെ, അപ്പന്റെ മക്കളായിരിക്കുവാൻ, അപ്പന്റെ സന്നിധിയിൽ ചേർന്നിരിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് ആദ്യം മുതൽ പടവെട്ടുന്ന പിശാചിനെ ജയിച്ച ദൈവത്തിന്റെ മക്കൾ ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. ഈ ദിവസവും പിശാചിനെ ജയിക്കുവാൻ, അവന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, അവന്റെ ആലോചനകളെ ജയിക്കുവാൻ, അവൻ ഒരുക്കിയ പദ്ധതികളെ തകർത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഭക്തിയോടെ ചേർന്നിരിക്കുവാൻ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ചേർന്നിരിക്കുവാൻ ഭാഗ്യം ലഭിച്ച മക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നന്ദിയപ്പ, അങ്ങയുടെ മക്കൾ ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ. ഈ പകലിലും പിശാച് ഞങ്ങൾക്ക് മുമ്പിൽ വീണ കൃപയ്ക്കായി, ഈ പകലിലും അവന്റെ തന്ത്രങ്ങൾ തകർന്ന യേശുവിൻ നാമത്തിൽ സ്തുതിക്കുന്നവർ, അതെ, ആ തന്ത്രങ്ങളെ തകർത്ത്, ആ പദ്ധതികളെ തകർത്ത് യേശുവിൻ നാമത്തിൽ നിങ്ങൾക്കൊരു ജയം തന്ന കർത്താവിനെ സ്തുതിച്ചാട്ടെ. നന്ദി യേശുവേ, നന്ദി രാജാവേ. ഇന്ന് പകലും അങ്ങയുടെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടി മറച്ചിരിക്കുന്ന കൃപയ്ക്കായി, ലൈവിലും ഇതിനകത്തും അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങളെ മൂടി മറച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഹോളിനകത്ത് ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ, ഇനി ഞങ്ങളെ വീക്ഷിക്കുവാൻ പോകുന്നവർ, നിങ്ങളെ നല്ല കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവത്തിന്, ഒന്നുകൂടെ പറയാം, എൻ്റെ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ മനസ്സുമുണ്ട്, അനുഗ്രഹിക്കുവാൻ ശക്തിയുമുണ്ട്. ഒരിക്കൽ കൂടെ, എൻ്റെ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ മനസ്സുമുണ്ട്, അനുഗ്രഹിക്കുവാൻ ശക്തിയുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ ഒരു മകൻ നിലവിളിയോടെ അപ്പൻ്റെ ഭവനത്തിലേക്ക് ഓടിയ ഓട്ടം വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അതെ, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു, എനിക്ക് നീ ലോകത്തിലെ സ്തോത്രം മ്ലേച്ഛത നിറഞ്ഞത് വേണ്ട, ഈ ലോകത്തിലെ എച്ചിൽ വേണ്ട, ഈ ലോകം എനിക്ക് തടുത്തു വയ്ക്കുന്നത് വേണ്ട, എനിക്ക് അപ്പന്റെ ഭവനം, അപ്പന്റെ ഭവനം, അപ്പന്റെ ഭവനം. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്, അവന് ശക്തിയുമുണ്ട്. ലോകത്തിൽ നിന്ന് കിട്ടാത്ത തടിപ്പിച്ചതും, ലോകത്തിൽ നിന്ന് കിട്ടാത്ത ശ്രേഷ്ഠതയേറിയതും തന്ന്, അതേ പ്രവചനാത്മാവിൽ വിളിച്ചു പറയട്ടെ, ലോകത്തിൽ നീ ഒത്തിരി തേടി അലഞ്ഞിട്ട് കിട്ടാത്തത് തന്ന് തടിപ്പിച്ചത് ആ പുത്രന് വേണ്ടി മാറ്റിവച്ചതുപോലെ. താങ്ക് യു ലോർഡ്. പലപ്പോഴും എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള, വളരെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സ്തോത്രം, ആ ദാസന്മാരോട്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 3-ാമത്തെ ഉപമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആ പിതാവ്, സ്തോത്രം, മകൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മകൻ തന്നിൽ നിന്ന് അകന്നുപോയ നാളുകളിൽ നിലവിളിയോടെ, കണ്ണുനീരോടെ വാതിൽക്കൽ നിൽക്കുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിനപ്പുറമായി ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. ആമേൻ, സ്തോത്രം. ഈ മകൻ മടങ്ങി വന്ന ഉടനെ ദാസന്മാരെ വിളിച്ച് ഈ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ തടിപ്പിച്ച കാളക്കുട്ടിയെ അർപ്പിക്കുക. മൂലഭാഷയിൽ അവിടെ ആ തടിപ്പിച്ച സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ആമേൻ. അതിനർത്ഥം ഇവൻ പോയത് മുതൽ അപ്പൻ കാത്തിരിക്കുക, തടിപ്പിച്ച ഒരു കാളക്കുട്ടിയും ഒരുക്കി. എൻ്റെ മകൻ വരും, എൻ്റെ മകന് ഇത് കൊടുക്കണം, എൻ്റെ മകന് ഇത് അറുത്തൊരു സദ്യ കൊടുക്കണം, എൻ്റെ മകന് ഇത് അറുത്തൊരു വിരുന്ന് കൊടുക്കണം. അതെ, ചില തടിപ്പിച്ചതിനെയും ഒരുക്കി എൻ്റെ കർത്താവ് കാത്തിരിപ്പുണ്ട്. നിനക്കൊരു സദ്യ തരുവാൻ, നിനക്കൊരു സമൃദ്ധിയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ തന്ന് നിന്നെ മാനിക്കുവാൻ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ നമുക്ക് ചേർന്നിരിക്കാം.
പ്രാർത്ഥിക്കാം. തുടർന്ന് അല്പസമയം വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി 3 വാക്യങ്ങൾ വായിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ തന്നെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. 33 വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ് അടപ്പിച്ചു. 34 തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്കു തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. 35 സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഈ ഭാഗത്തിന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശ്വാസത്തിന്റെ ശക്തി. ആമേൻ. ഒരിക്കൽ കൂടി കണ്ണുകളെ അടയ്ക്കാം. കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ, നാം ധ്യാനിക്കുവാൻ പോകുന്ന ആലോചനയ്ക്ക് മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. നല്ല കർത്താവേ, വിശ്വസ്ത ദൈവമേ, ഈ നല്ല പ്രഭാതം അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി തന്നു. അങ്ങ് തന്ന പ്രഭാതത്തിൽ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ട പിശാചിനെ ഞങ്ങൾ അറിയുന്നുണ്ട്. പരാജയപ്പെട്ട പിശാചിൻ്റെ തന്ത്രങ്ങളെ ഞങ്ങൾ അറിയുന്നുണ്ട്. ഇന്നും ഞങ്ങളെ പരാജയപ്പെടുത്തി അപ്പൻ്റെ അടുക്കൽ നിന്ന് ഓടിക്കുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കിയ പിശാചിനെ ജയിക്കുവാൻ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് ശക്തി തന്നു എങ്കിൽ കർത്താവേ, ആ പിശാച് ഇനി ഒരിക്കലും വരാതെ വണ്ണം, ആ പിശാചിനെ ഇനി ഒരിക്കലും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളെ അങ്ങ് ശക്തന്മാരാക്കി തീർക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വിശ്വാസത്താൽ കർത്താവെ, ഞങ്ങൾ ഇന്ന് ചിലത് പ്രാപിച്ചു മടങ്ങുവാനും വിശ്വാസത്തിന്റെ ശക്തി അനുഭവിച്ച് മുൻപോട്ട് പോകുവാനും സ്വർഗം സഹായിക്കണമേ. ഈ പകലിൽ അങ്ങയുടെ ശബ്ദം ഇതിനകത്തായിരിക്കുന്നവർ, ലൈവിലായിരിക്കുന്നവർ കേൾക്കട്ടെ. എങ്ങളോടെ ആയിരിക്കുന്നവരുണ്ട് അപ്പാ, അങ്ങനോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണമേ അപ്പാ. ഇന്ന് പകലിൽ അങ്ങ് സംസാരിക്കണമേ കർത്താവേ. അങ്ങയുടെ ശബ്ദം അവർ കേൾക്കട്ടെ. മാൻപേടെ പ്രസവിപ്പിക്കുമാറാക്കുന്ന അത്ഭുത ശബ്ദം കേട്ട് പുതിയത് ഉത്ഭവിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ അവർക്ക് അങ്ങ് അവസരം നൽകിയാട്ടെ. അങ്ങ് ഇന്ന് ഇടപെടുന്ന ഒരു ഇടപെടലിനായി കാത്തിരിക്കുന്നവരുണ്ട് കർത്താവേ. കല്ലറ വാതിൽക്കൽ എത്തി നോക്കുവാൻ കഴിയാതെ ഗ്രാമത്തിന്റെ വാതിലിലും ഭവനത്തിനകത്തും മാർത്ത മറിയമാർ കരഞ്ഞും തളർന്നും ഇരുന്നത് പോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവേ. ഈ പകലിൽ അപ്പാ, ഇവർക്ക് വേണ്ടി ഇന്നൊരു അത്ഭുതത്തെ അങ്ങ് ചെയ്യണമേ കർത്താവേ. കടന്നു പോകുവാൻ കഴിയാത്ത കല്ലറ വാതിൽക്കൽ, ദുർഗന്ധം മാത്രമുണ്ടെന്നറിയുന്ന കല്ലറ വാതിൽക്കൽ നിന്ന് സുഗന്ധ സൗരഭ്യം വിടരുവാൻ തക്കവണ്ണം സഹോദരനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ചിലർക്ക് വേണ്ടി ഇന്ന് എൻ്റെ യേശുവെ അങ്ങ് ചിലരെ പുറത്തു കൊണ്ടുവരണമേ. പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ യേശു ഇന്ന് ചിലരെ പുറത്തു കൊണ്ടുവരും. ആമേൻ. നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ കഴിയാത്ത സ്ഥാനത്ത് നിന്ന്, നിങ്ങളുടെ ബുദ്ധി എത്താത്ത, നിങ്ങളുടെ ചിന്ത എത്താത്ത, നിങ്ങളുടെ അറിവെത്താത്ത, അതെ നിങ്ങളുടെ അറിവെത്താത്ത സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം നാറിപ്പോയെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ ചിലതിനെ തിരികെ നൽകി നിങ്ങളെ മാനിക്കുവാൻ പ്രാർത്ഥിച്ചാട്ടെ. ആ ദൈവ സാന്നിധ്യത്തിന്റെ അളവ് അധികമായി അനുഭവിക്കുവാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അപ്പന്റെ സാന്നിധ്യം അനുഭവിക്കണം, എന്നിൽ നിറയുന്ന ആ ദൈവശക്തി എനിക്ക് അനുഭവിച്ചറിയണം. പകരപ്പെടുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ആദിയോടന്തം അങ്ങയുടെ വലിയ സാന്നിധ്യം കൂടിയിരിക്കണമേ. അകത്തും പുറത്തും വലിയൊരു ദൈവ സാന്നിധ്യം വിടുതലിന്റെ കാരണമായി ചലിച്ചു തുടങ്ങുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കടന്നു വന്നതുപോലെയല്ല, ഒരു മടക്കം ജയത്തോടെ, ജയഘോഷത്തോടെ ആയിരിക്കുവാൻ സ്വർഗമങ്ങ് ഒരുക്കി തന്നാട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. വചനത്തിന് മുമ്പിൽ അടിയനെയും താഴ്ത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 3 വാക്യങ്ങൾ അല്പം ലെങ്തി ആയതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി വായിക്കുന്നില്ല. ആ 3 വാക്യങ്ങൾ ചേർത്ത് ഇങ്ങനെ ഒരു ടൈറ്റിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങി. വിശ്വാസത്തിന്റെ ശക്തി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നമ്മുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. ഇതിന് അകത്ത് ആയിരിക്കുമ്പോഴും നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് എനിക്ക് ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ശക്തനാണ്? ആമേൻ, സ്തോത്രം. അങ്ങനെ പറയുവാനോ അങ്ങനെ ഒരു ഉറപ്പോ നമുക്കില്ല. നമ്മൾ ബലഹീനരാണ്, നമ്മൾ തളർന്നവരാണ്, നമ്മൾ തകർന്നവരാണ്. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. യോഹന്നാൻ, സ്തോത്രം, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ശക്തി, വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് കർത്താവിന്റെ ആലോചനയെ പോലും മാറ്റുന്ന, കർത്താവിന്റെ താല്പര്യത്തെ പോലും മാറ്റുന്ന ഒരു സഹോദരിയെ നമുക്കവിടെ കാണുവാൻ കഴിയും. ആ സഹോദരിയുടെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ അവൾ കനാന്യ സ്ത്രീയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൾ വന്ന് തന്റെ ആവശ്യം പറയുമ്പോൾ തനിക്കൊപ്പമായിരിക്കുന്ന യഹൂദന്മാരെ മുൻനിർത്തി യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ അടുക്കലേക്കല്ല എന്നെ ദൈവം അയച്ചത്, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകൾക്ക് വേണ്ടി, ആടുകൾ
സഹോദരികളെ കണ്ടെത്തുവാനാണ് എന്നെ ദൈവം അയച്ചത്. എന്നാൽ ആ സഹോദരിയുടെ വിശ്വാസം യേശുവിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ തീർന്നു പോകുന്നില്ല. അവളുടെ വിശ്വാസം ശക്തിയേറിയതായതുകൊണ്ട് യേശു ആ വിശ്വാസത്തെ സർട്ടിഫൈ ചെയ്യുന്നു. നിന്റെ വിശ്വാസം വലിയത്, അതുകൊണ്ട് നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. ആമേൻ. നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. അത് വലിയ വിശ്വാസമെങ്കിൽ ഇന്ന് വലിയത് പ്രാപിച്ചിട്ടല്ലാതെ നിങ്ങൾ മടങ്ങത്തില്ല. എത്ര പേർ വിളിച്ചു പറയും, എൻ്റെ വിശ്വാസം വലിയതാണ്, എൻ്റെ വിശ്വാസം വലിയതാണ്. സഹോദരങ്ങളെ, നിങ്ങളുടെ വിശ്വാസം വലിയതെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആ സാഹചര്യം എന്തുമാകട്ടെ, അവസ്ഥ ഏതുമാകട്ടെ, നിങ്ങളുടെ വിശ്വാസം വലിയതാണെങ്കിൽ വലിയത് പ്രാപിച്ചിട്ടല്ലാതെ നിങ്ങൾ ഈ അല്പസമയം കഴിഞ്ഞ് എഴുന്നേൽക്കത്തില്ല. ഈ അല്പസമയം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധനയുടെ സമയമത്രേ. ഈ അല്പസമയം നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം തൂക്കി നോക്കുന്ന സമയമത്രേ. നിങ്ങളുടെ വിശ്വാസത്തെ എൻ്റെ ദൈവം തൂക്കി നോക്കും, അതിന് തക്കവണ്ണമുള്ള പ്രതിഫലവും നൽകും. ആമേൻ. യേശു അവളുടെ വിശ്വാസത്തെ തൂക്കി നോക്കി. ഫലമോ, അവളുടെ മകൾ ഭൂതോപദ്രവത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ടവളായി സൗഖ്യമായി അവളുടെ മകളായി തന്നെ തുടർന്നു. ആമേൻ. ചിലത് തൽസ്ഥിതിയിൽ തുടരുവാൻ അത് കാരണമായി തീരും. ആ 3 വാക്യങ്ങളിലൂടെ ചില കാര്യങ്ങൾ പ്രത്യേകമായി ചിന്തിച്ചു. വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ കർത്താവിൽ ശരണപ്പെടുന്നു. 3 കാര്യങ്ങൾ പ്രധാനമായി ചിന്തിക്കും. 1, വിശ്വാസത്തിന്റെ ശക്തി. 2, വിശ്വാസം എവിടെയാണ് വളരുന്നത്. 3, വിശ്വാസത്തെ തകർക്കുന്നവർ. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഒപ്പം തന്നെ ആ വിശ്വാസം എവിടെയാണ് വളർന്ന് വലിയ വിശ്വാസമായി ശക്തിയേറിയ കാര്യങ്ങളെ പ്രവർത്തിക്കുമാറാക്കുന്നത്. 3, ആ വിശ്വാസത്തിനെ ഒന്നുമില്ലാതാക്കി തീർക്കുന്നവർ ആരാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശ്വാസം തീയുടെ ബലത്തെ കെടുത്തും. ചിന്തയ്ക്കായി വായിച്ച വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായി സംസാരിക്കുന്നത്. വിശ്വാസം തീയുടെ ബലത്തെ കെടുത്തും. 3-ാം അധ്യായം 17-ാമത്തെ വാക്യം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സന്ദർഭം എവിടെയാണ്? തീച്ചൂളയുടെ മുമ്പിൽ ഭക്തന്മാരെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 ഭക്തന്മാർ നിൽക്കുന്നു. അവർ അവരുടെ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയാണ്. അതെ, ഞങ്ങളെ വിടുവിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. എവിടെ നിന്ന്? തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുവാനും ദൈവത്തിന് കഴിയും. അതെ, രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ദൈവത്തിന് കഴിയും. എപ്പോഴാണ് അവരുടെ വായ് നിറഞ്ഞ് ശബ്ദം പുറത്തു വന്നത്? അവരുടെ വിശ്വാസം വലുതായതുകൊണ്ട്. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് വിശ്വാസത്തെക്കുറിച്ച് വാതോരാതെ പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വാതോരാതെ പറയുവാൻ കഴിയുന്നില്ലെങ്കിൽ സംശയലേശം എന്നെ പറയട്ടെ, അകത്തൊന്നുമില്ല. ആമേൻ, സ്തോത്രം. അകത്തുള്ളത് നിറഞ്ഞ് പുറത്തു വരിക തന്നെ ചെയ്യും. അവിശ്വാസത്തിന്റെ വാക്കുകളാണ് നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതെങ്കിൽ അകത്തുള്ളത് അവിശ്വാസമാണ്. ഇപ്പോൾ തന്നെ അവിശ്വാസത്തെ തട്ടിമറച്ചിട്ടിട്ട് വിശ്വാസത്തെ അതിനകത്ത് നിറയ്ക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഇവരുടെ ഉള്ളിൽ വിശ്വാസം നിറഞ്ഞു നിൽക്കുക. നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസമുള്ളവനെ തീക്ക് ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല, രാജാവിനും അവന്റെ കൽപ്പനയ്ക്കും ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. കേൾക്കണമേ, നിങ്ങളിൽ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ഒരു തീച്ചൂളയ്ക്കും കഴിയത്തില്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന തീച്ചൂള സമാനമായ കഷ്ടങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, വെല്ലുവിളികൾക്ക് നിങ്ങളെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതിന് കാരണമായിരിക്കുന്ന വ്യക്തികൾക്കും അവരുടെ ആലോചനകൾക്കും അവരുടെ പദ്ധതികൾക്കും നിങ്ങളെ തൊടുവാനോ തൊട്ട് വേദനിപ്പിക്കുവാനോ കഴിയത്തേ ഇല്ല. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ശ്രദ്ധിക്കണമേ, ഞാൻ പലപ്പോഴും സ്തോത്രം ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ. ആമേൻ. തീച്ചൂള എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അവർ തീച്ചൂളയ്ക്കകത്ത് കിടന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. അല്ല, നോക്കൂ, വിശ്വാസം പ്രഖ്യാപിക്കുന്ന വേളയിലും അവർ തീച്ചൂളയ്ക്കകത്തൊന്നുമല്ല, തീച്ചൂള അങ്ങ് ദൂരെയാ. ആമേൻ. വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്ന വേളയിലും രാജാവ് കൽപ്പനയും കൊടുത്തിട്ട് അങ്ങ് മുകളിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ആമേൻ. രാജകൽപ്പന, സ്തോത്രം, അവരെ വിഴുങ്ങിയിട്ടില്ല, തീ അവരെ ദഹിപ്പിച്ചിട്ടുമില്ല. ഒരിക്കൽ കൂടി പറയട്ടെ, വിശ്വാസം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ചില സ്ഥാനങ്ങളിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക,
ലോകം പറയുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ ബുദ്ധി പറഞ്ഞു തരുന്ന പിശാച് നിങ്ങളുടെ ബുദ്ധിക്കകത്ത് വന്നിരുന്ന് പറഞ്ഞു തരുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. ആമേൻ. നമ്മളാണ് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും സ്ഥാനത്തെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവർ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഇവരെന്ത് വിചാരിക്കും? തീയിൽ വീണ എക്സ്പ്രഷൻ ഇവർ കാണിക്കാൻ തുടങ്ങും. ആമേൻ. പിടിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, കൽപ്പന വന്നതേ ഉള്ളൂ, അപ്പോൾ തന്നെ വിളി തുടങ്ങും. തീക്കകത്ത് കിടക്കുന്നത് പോലെ വിളിയാ, തീക്കകത്ത് കിടക്കുന്നത് പോലെ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്ര, വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴും ഭക്തന്മാർ തീയിൽ വീണിട്ടില്ല. നീ ഇപ്പോഴും തീയിൽ വീണിട്ടില്ല. ആമേൻ. ആരുടെയും കൽപ്പനയ്ക്കകത്ത് നീ പെട്ടുപോയിട്ടില്ല. പലതും അവിടെ നിൽക്കുന്നതേ ഉള്ളൂ, നിന്നെ തേടി വന്നിട്ടില്ലെങ്കിൽ ഇനി വരുവാനും പോകുന്നില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. ഇതിനകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. നിങ്ങളെ ദഹിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ആളിക്കത്തുന്ന ആ തീച്ചുളയ്ക്ക് പടർന്നു കയറുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ മാറ്റി നിർത്തുവാൻ, നിങ്ങളെ ശക്തരാക്കുവാൻ നിന്റെ വിശ്വാസത്തിന് കഴിയും. അതെ, ആ രാജാവിനും അവന്റെ കൽപ്പനയ്ക്കും പിടിച്ച് ദഹിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ. ഓ സ്തോത്രം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഓവർ എക്സ്പ്രഷൻ വേണ്ട. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ പലപ്പോഴും നാട്ടുഭാഷയിൽ പറയുന്ന കേട്ടിട്ടില്ലേ? ആമേൻ, അങ്ങൊരു പുഴയുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് തുണിയും വലിച്ചു പൊക്കിക്കൊണ്ട് പോകണ്ട. ആമേൻ. പുഴയ്ക്കരിയിൽ എത്തിയിട്ട് പോയാൽ മതി. ആമേൻ, സ്തോത്രം. നമുക്ക് പോയി നോക്കാം അവിടെ പുഴ ഉണ്ടോ എന്ന്. ആമേൻ. നീ ഭക്തനാണെങ്കിൽ അവിടെ പുഴയൊന്നും കാണത്തില്ല. അവിടെ മരുഭൂമിയാക്കുന്ന ഒരു ദൈവമാണ് നിനക്കൊപ്പം ഉള്ളത്. ആമേൻ. വിശ്വസിക്കുന്ന നീയെങ്കിൽ ആ പുഴയെ മരുഭൂമിയാക്കുന്ന ദൈവമാണ് നിനക്കൊപ്പം ഉള്ളത്. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണമേ, നമ്മൾ പലപ്പോഴും ഈ വിഷയങ്ങളിലൊക്കെ തളർന്നു പോകുന്നവരാണ്. ഈ പറയുന്ന ഞാനും വ്യത്യസ്തനൊന്നുമല്ല. എങ്കിലും ഈ ഭക്തന്മാരുടെ വിശ്വാസം എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഏതിലായിരുന്നു? അതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും അവരുടെ വിശ്വാസം അവരുടെ ഉരുക്ക് ശരീരങ്ങളിൽ ആയിരുന്നിരിക്കാമെന്ന്. നമ്മൾ സ്തോത്രം, ഈ പഴയ കാലത്ത് വീരന്മാരെയൊക്കെ കുറിച്ച് ബാലരമ അതുപോലെയുള്ള ബാലമംഗളം അതുപോലെയുള്ള ചിത്രകഥകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അവർ ഉരുക്ക് ശരീരത്തോടെയൊക്കെ കൂടിയവരായിട്ട് ഇതുപോലെയാണ്. എന്നാൽ അങ്ങനെയല്ല. അവർ സാധാരണ മനുഷ്യരാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരെ കുറിച്ചാണ് വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മെപ്പോലുള്ള സാധാരണക്കാരുടെ ദൈവമാണ്. ആമേൻ. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതും നിങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തളർന്നു പോകുന്ന, ബലഹീനപ്പെട്ടു പോകുന്ന, തലകുനിച്ചു പോകുന്ന അതേ സാധാരണക്കാരുടെ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ സാധാരണക്കാരായ ഇവർ തങ്ങളുടെ ശരീരത്തിലാണോ സ്തോത്രം വിശ്വസിച്ചത്? ഞങ്ങളുടെ ശരീരം തീയിലൊന്നും ചെയ്യത്തില്ല, ഇത് ഉരുക്ക് ശരീരമാണ്, അതുകൊണ്ടൊന്നും ചെയ്യത്തില്ല എന്നാണോ അവർ കരുതിയത്? അങ്ങനെ കരുതുവാൻ അവർ മണ്ടന്മാരല്ല. കാരണം അവർ ഭക്തന്മാരാണ്. ഭക്തന്മാർ മണ്ടന്മാരല്ല. ഭക്തന്മാർക്ക് നല്ല ബുദ്ധിയുണ്ട്, തെളിഞ്ഞ ബുദ്ധിയുണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചു, ആരാലെങ്കിലും നിങ്ങൾ പറ്റിക്കപ്പെട്ടു, സ്തോത്രം, എന്ന് ഭാരത്തോടെ വേദനയോടെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരിച്ചറിയണമേ, നിങ്ങൾ ഭക്തരായിട്ടില്ല. ഭക്തന് നല്ല ബുദ്ധിയുണ്ട്, നല്ല ജ്ഞാനവുമുണ്ട്. ആമേൻ, സ്തോത്രം. എങ്കിലും അറിഞ്ഞുകൊണ്ട് പല ഭക്തന്മാരും പറ്റിക്കപ്പെടുവാൻ നിന്നു കൊടുക്കും. അത് സ്തോത്രം, പറ്റിക്കുന്നവരൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം. എന്നാൽ കേൾക്കണമേ, ഈ ഭക്തന്മാർ അവരുടെ ശരീരത്തിലല്ല വിശ്വാസം വെച്ചത്, അവരുടെ കഴിവിലല്ല വിശ്വാസം വെച്ചത്, അല്ലെങ്കിൽ അവർ ഇന്നലകളിൽ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു അവർ വന്ന് തങ്ങളെ രക്ഷിക്കും എന്നല്ല അവർ സ്തോത്രം വിശ്വാസം, അതിലല്ല അവർ വിശ്വാസം വെച്ചത്. വചനം പറയുന്നു, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവരുടെ വിശ്വാസം യേശുവിലായിരുന്നു. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വിശ്വാസം നമ്മിലല്ല യേശുവിലാണെങ്കിൽ ആമേൻ, ആ വിശ്വാസത്തിന് ഒരു നായകനുണ്ട്. ഓ താങ്ക് യു ലോർഡ്. നമ്മുടെ വിശ്വാസത്തിന് ഒരു നായകനുണ്ട്. നിന്റെ വിശ്വാസത്തിന് ഒരു നായകനുണ്ട്. നീ വിശ്വസിക്കുന്നിടത്തേക്ക് നിന്നെ എത്തിക്കുവാൻ പ്രാപ്തിയുള്ള, എത്തിക്കുവാൻ ശക്തിയുള്ള ഒരു നായകൻ. അതെ, നീ വിശ്വസിക്കുന്ന സ്ഥാനത്ത്, നീ ലക്ഷ്യം വെക്കുന്ന സ്ഥാനത്ത് വിശ്വാസത്തിന്റെ നായകൻ, അതെ, നസറേനായ യേശു നിന്നെ എത്തിക്കുക തന്നെ ചെയ്യും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കിയേ, അവർ വിശ്വസിച്ചത് ദൈവത്തിലാണ്. ആ ദൈവത്തെ കുറിച്ച് പറയുന്നു, അവൻ പൂർത്തി വരുത്തുന്നവനാണ്. ആമേൻ, സ്തോത്രം. അവൻ തുടങ്ങി പകുതി വഴിയിൽ ഇട്ടിട്ട് പോകത്തില്ല. ആമേൻ, സ്തോത്രം.
എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ പല പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. ആത്മീയമായും ഭൗതികമായും പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഒരുപാട് പേർ, ഒത്തിരി പേർ നമുക്കൊപ്പം കാണും. സ്തോത്രം, എല്ലാം ശരിയാക്കി തരാം, ഞങ്ങളൊക്കെ കൂടെയുണ്ട്. എന്നാൽ നമ്മൾ കാൽ വെച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ കുറേ പേർ കാണത്തില്ല. കുറച്ചുകൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ വേറെ കുറേ പേർ കാണത്തില്ല. കുറേ കൂടെ നമ്മൾ മുൻപോട്ടാണെങ്കിൽ വേറെ ആരും പിന്നിൽ കാണത്തില്ല. ആമേൻ, സ്തോത്രം. അതാണ് ഭക്തന്റെ ജീവിതം. അവന് മുൻപിൽ യേശു മാത്രമേ പാടുള്ളൂ. ആമേൻ, താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, സ്തോത്രം. അങ്ങനെ സ്തോത്രം, ഈ സ്തോത്രം ലോക മനുഷ്യരെ പോലെ നീ ഇറങ്ങിക്കോ, നീ കാൽ വെച്ചോ, നീ ധൈര്യമായിട്ട് വയ്ക്കോ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓടുന്നവനല്ല നമ്മുടെ നായകൻ. അവൻ പൂർത്തീകരണം വരുത്തുന്നവനാണ്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവൻ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും. പകുതി വഴിയിൽ അലഞ്ഞു പോകുവാൻ, പകുതി വഴിയിൽ തകർന്നു പോകുവാൻ, നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ പ്രതീക്ഷയോടെ ഇറങ്ങിയ സ്ഥാനത്ത് എത്തിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാ. ആ തൊഴിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം, ആ വരുമാനം പ്രാപിക്കുവാൻ തക്കവണ്ണം, ആ നിലയിൽ നീ ജീവിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നീ ഇറങ്ങിയെങ്കിൽ അത് നിന്നെ പ്രാപിപ്പിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാ. നിന്റെ തലമുറകളെ കുറിച്ച് എന്താണോ നീ ആഗ്രഹിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചായിരിക്കുന്നത്, അവിടേക്ക് അവരെ എത്തിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവൻ മുൻപിൽ നടക്കുന്നവനാ, അവൻ മാറിപ്പോകുന്നവനല്ല. എൻ്റെ യേശു മുൻപിൽ. വിശ്വാസമുള്ള സഭയെ, വിശ്വാസമുള്ള പ്രൈസർ കുടുംബാംഗങ്ങളെ, എൻ്റെ യേശു മുൻപേ നടക്കും. എൻ്റെ യേശു മുൻപേ നടക്കും. നിന്നെ അവൻ ലക്ഷ്യത്തിലെത്തിക്കും. നീ പകുതി വഴിയിൽ, അതെ, നിന്റെ കുടുംബജീവിതം പകുതി വഴിയിൽ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. എത്തേണ്ട സ്ഥാനത്ത് എൻ്റെ യേശു നിന്നെ എത്തിക്കും. നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കും. നീ കർത്താവിനെ ഉയർത്തും. അതേ, നീ അവസാനിച്ചു പോകുവാൻ, അതേ, കോടതി വരാന്തയിൽ നിന്റെ ജീവിതം കോടതി വരാന്തയിൽ, വിളിച്ചു പറയട്ടെ, കോടതി വരാന്തയിൽ നിന്റെ കുടുംബ ജീവിതം അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ചിലരുടെ മുമ്പിൽ നിന്റെ ജീവിതം അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം വചനം പറയുന്നു, വിശ്വാസത്തിനൊരു നായകനുണ്ട്. 2, അവൻ വിശ്വാസത്തിന് പൂർത്തീകരണം വരുത്തുന്നവരാണ്. അർത്ഥം, നിന്റെ വിശ്വാസം കായും പൂകുമാകാതെ അതേ വാടിക്കരിഞ്ഞു പോകത്തില്ല. ആമേൻ. നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു തരുന്നത് നിന്റെ മസിൽ പവറല്ല, നിന്റെ കൈക്കരുത്തല്ല, നിന്റെ ബലമല്ല, എൻ്റെ യേശു അത്രേ. ആമേൻ. എൻ്റെ യേശുവിന് ശക്തിയുണ്ട്. നിന്റെ വിശ്വാസത്തെ നിനക്ക് നിവർത്തിച്ചു തരുവാൻ, നീ വിശ്വസിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നൽകി തരുവാൻ എൻ്റെ യേശുവിന് ശക്തിയുണ്ട്. കേൾക്കണമേ, തീയേക്കാൾ ശദ്രക്ക് ശക്തനല്ല, തീയേക്കാൾ മേശക്ക് ശക്തനല്ല, തീയേക്കാൾ അബേദ്നെഗോവ് ശക്തനല്ല. പക്ഷേ തീയേക്കാൾ ശക്തനായ ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ നിന്റെ പ്രശ്നത്തെക്കാൾ ശക്തനല്ല. നിന്റെ പ്രശ്നം ഷൂ നൂതിയാൽ നീ അയ്യോ എന്ന് പറഞ്ഞ് വീഴും. ആമേൻ. അതെല്ലാവർക്കും അറിയാമെന്നേ. നീ പ്രശ്നത്തെക്കുറിച്ച് കേട്ടാൽ തന്നെ നീ വാരിക്കെട്ടി ഓടും. അതെല്ലാവർക്കും അറിയാം. നീ ഒരു കാലത്ത് ശക്തനാവാനും പോകുന്നില്ല. ആമേൻ, സ്തോത്രം. ഇതിനെല്ലാം ശരിയാക്കുവാൻ മാത്രം നീ ഇനി ശക്തനാകാൻ പോകുന്നില്ല. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നല്ല സമയത്ത് ഒരു പ്രശ്നം വന്നാൽ ഒന്ന് 10 മിനിറ്റ് ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള ശക്തിയില്ല. അപ്പോഴാണ് ഈ പൊല്ലാത്ത സമയത്ത്. നല്ല സമയത്തെ കേൾക്കും മുമ്പേ വാരി പിടിച്ചുകൊണ്ട് ഓട്ടമാ. അപ്പോൾ ഈ ഉള്ള ആരോഗ്യം കൂടെ പോയ സമയത്തോ കേൾക്കും മുമ്പേ തന്നെ വെട്ടിയിട്ട വാഴത്തോടെ പോലെ വീഴുക. നിന്നെ പനമരമാക്കാമെന്നൊന്നുമല്ല, പക്ഷെ നിന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. ആമേൻ, സ്തോത്രം. എൻ്റെ യേശുവിന് ശക്തിയുണ്ട്. തീയിലും ശക്തി എൻ്റെ യേശുവിനുണ്ട്. ശദ്രക്കിനില്ലാത്ത ശക്തി എൻ്റെ യേശുവിനുണ്ട്. ആരാധന ഷാഖാരാധന. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, എൻ്റെ യേശുവിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആ തീയിലും ശക്തി എൻ്റെ യേശുവിനുണ്ട്. ഹല്ലേലൂയ. ആ തീയിലും ശക്തി എൻ്റെ യേശുവിനുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് സംശയം വരും, അവർ ശക്തന്മാരായി കാണും പാസ്റ്ററെ, അവർ ശക്തന്മാരായി കാണും ബ്രദറെ, അവർ ശക്തന്മാരായി കാണും ദൈവദാസനെ. നമുക്കൊരാഗ്രഹമാണ് നമ്മളൊരു ശക്തിമാനാകെങ്കിൽ. ആമേൻ, സ്തോത്രം. പണ്ട് ശക്തി മരുന്ന് കഴിക്കുന്ന ശക്തിമാനാകുന്ന ആ പരിപാടി പോലെ അങ്ങനെ ഒന്നും ആകത്തില്ലെന്ന്. നമ്മളിങ്ങനെ തന്നെയാണ്. പക്ഷെ അവരെ ആക്കിയവൻ അവരവിടെ എത്തും മുമ്പേ അവിടെ ഉണ്ടായിരുന്നു. അവൻ എവിടെ? ആ തീച്ചുളക്കകത്ത്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ വിളിക്കേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നീ അവിടെ എത്തുമ്പോൾ നിന്നെ വെയിറ്റ് ചെയ്ത ഒരാൾ അതിനകത്ത് നിൽക്കും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിന്റെ നായകൻ നീ ഇറങ്ങുന്നുമ്പേ നിന്റെ പ്രശ്നത്തിനകത്ത് നിൽക്കും. ആമേൻ, സ്തോത്രം. നീ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയ്, നിനക്ക് മുമ്പേ കർത്താവ് അതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. ആമേൻ. ഒരു പ്രശ്നം നിന്റെ കൺമുമ്പിലുണ്ടെങ്കിൽ നീ തിരിച്ചറിയ്, നീയല്ല പ്രശ്നത്തിലേക്ക് ഇറങ്ങുന്നത്, നിനക്ക് മുമ്പേ ഇറങ്ങിയ ഒരുത്തനുണ്ട്. അവൻ ഇറങ്ങുക മാത്രമല്ല, അവൻ ജയിക്കുകയും
അറിയാധാനാശാഖ തിരിച്ചറിയുന്നവർക്കായി അവൻ ഇറങ്ങുക മാത്രമല്ല ആ പ്രശ്നത്തെ ജയിച്ചിട്ട് അവിടെ നിൽക്കുക. ഓ റാദിയാശാഖ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ആമേൻ. അവൻ ഇറങ്ങുക മാത്രമല്ല അവൻ ജയിച്ചിട്ട് നിൽക്കുക. നീ ഇറങ്ങുവാൻ പോകുന്ന ദാരിദ്ര്യത്തിൽ അവൻ ഇറങ്ങുക മാത്രമല്ല അവൻ അതിന് ജയിച്ചിട്ട് നിൽക്കുക. നീ കടന്നു പോകുവാൻ പോകുന്ന ആ രോഗത്തെ ഓ സ്തോത്രം അവൻ ജയിച്ചിട്ട് നിൽക്കുക. ആ കഷ്ടതയെ അവൻ ജയിച്ചിട്ട് നിൽക്കുക. വാവിളർത്തുന്ന പിശാചിനെ അവൻ ജയിച്ചിട്ട് നിൽക്കുക. ആ പ്രതിസന്ധി അവൻ ജയിച്ചിട്ട് നിൽക്കുക. അവൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ശദ്രക്കും മേശക്കും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു വരും. വിശ്വാസം പ്രഖ്യാപിച്ചാൽ യേശു മിണ്ടാതിരിക്കത്തില്ല. ആമേൻ സ്തോത്രം. അപ്പോൾ തീക്കകത്തിടന്ന് യേശു വിളിച്ചു, അയ്യോ ആരെങ്കിലും ഓടി വരണേ, കുറച്ച് വെള്ളം കോരി ഒഴിച്ചു തരണേ എന്നില്ല. യേശു വന്ന ഉടനെ തീയെ സ്തോത്രം ജയിച്ചു. ആമേൻ സ്തോത്രം. യേശു ആദ്യമേ തീയെ ജയിച്ചു. ആമേൻ. യേശുവിൻ്റെ മുമ്പിൽ തീ ബലഹീനനാണ്. ആമേൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ യേശു ഉള്ളയിടത്ത് ഒരു പ്രശ്നത്തിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ. യേശു ഉള്ളയിടത്ത് പ്രശ്നമില്ലെന്നല്ല, ലോകത്തിൽ ആരും കാണാത്ത പ്രശ്നമുണ്ട്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതൊരു കൊളോസ്യമായിരിക്കും. കൊളോസ്യം എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഇന്നത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ സ്തോത്രം. നടുക്ക് ഗ്രൗണ്ട് കുറേ പേർ കളിക്കും, ബാക്കിയുള്ളവർ ഇങ്ങനെ പവലിയനുകളിൽ ഇരിക്കും. അത് വില കൂടിയ ടിക്കറ്റുകൾ എടുക്കുന്നവർ മുമ്പേ, വില കുറഞ്ഞ ടിക്കറ്റുകൾ എടുക്കുന്നവർ മുകളിൽ, പുറത്ത്, അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ഈ പവലിയനിലിരിക്കും. പവലിയനിലിരിക്കുമ്പോൾ അകത്ത് ആരുണ്ട്? തീച്ചൂള കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആമേൻ. ശദ്രക്കുണ്ട്, മേശക്കുണ്ട്, അബേദ്നെഗോവുണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. രാജാവ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, ദൈവത്തെ തള്ളിപ്പറയുന്നവരുണ്ട്, ദൈവത്തോട് മത്സരിക്കുന്നവരുണ്ട്, ദൈവത്തിനും തൻ്റെ ഭക്തന്മാർക്കും അവിശുദ്ധനും വിരോധമായി എഴുന്നേൽക്കുന്നവരുണ്ട്. അവർക്കൊന്നും തീച്ചുളയില്ല. പക്ഷേ ദൈവത്തിനോടൊപ്പം നിൽക്കുന്നവന്മാർ തീച്ചുളയിൽ കിടക്കുക. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അവർ താങ്ങാത്ത തീച്ചുള നീ താങ്ങുമെന്ന്. ഓ താങ്ക് യു ലോർഡ്. അവർക്ക് കടന്നു പോകുവാൻ കഴിയാത്ത തീച്ചുളയിലൂടെ നിന്നെ കടന്നു പോകുമാറാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതെ, എൻ്റെ യേശുവിന് ശക്തിയുണ്ട്. നിനക്കല്ല, എൻ്റെ യേശുവിന് ശക്തിയുണ്ട്. നിന്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ യേശുവിൻ്റെ ശക്തി കൊണ്ട് ഈ തീച്ചൂളയെ നീ ജയിക്കും. ഈ തീച്ചൂളയെ, അതേ സ്തോത്രം ആമേൻ, ഈ ദഹിപ്പിക്കുവാൻ നിൽക്കുന്ന പ്രശ്നങ്ങളെ നീ ജയിക്കുക തന്നെ ചെയ്യും. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആമേൻ സ്തോത്രം. ഞാൻ ഇറങ്ങിയത് കൊണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ സ്വത്തുവകകളെല്ലാം വിട്ടതുകൊണ്ട്, ഞാൻ സ്തോത്രം ബെന്യാമീൻ ഗോത്രക്കാരനായതുകൊണ്ട്, ഞാൻ സ്തോത്രം ആമേൻ ആമേൻ സ്തോത്രം, ഞാൻ സ്തോത്രം ഇങ്ങനെ സ്തോത്രം ഗമാലിയൻ്റെ കാൽപാദത്തിലിരുന്ന് വചനം പഠിച്ചവനായതുകൊണ്ട്, തികവുള്ളവനായതുകൊണ്ട്, സ്തെഫാനോസിനെ കൊല്ലുന്ന സമയത്ത് വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് സ്തോത്രം ഞാൻ ശക്തനെന്നല്ല പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. ആമേൻ. ഞാൻ സ്വതവേ ദുർബലനാ, പക്ഷെ എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ ദുർബലനാ, നിങ്ങളും ദുർബലനാ, പക്ഷെ നമ്മെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. ഓ താങ്ക് യു ലോർഡ്. നമ്മെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, നമ്മെ ബലപ്പെടുത്തുന്ന ഒരുവനുണ്ട്, തകർന്നു പോകാതെ നമ്മെ നിർത്തുന്ന ഒരുവനുണ്ട്. അതെ, നിന്നെ നിർത്തും. അവിടെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒരു ശത്രുവിനെ തകർത്ത് കളയുവാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിന്നെ നിർത്തും. ആ സകലത്തെയും ജയിക്കുവാൻ തക്കവണ്ണം, കഷ്ടതയായി, പ്രതിസന്ധിയായി, പ്രതികൂലമായി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ആ പ്രതിസന്ധികളെ ജയിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആമേൻ നിങ്ങളെ ശക്തനാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. അവരിൽ സ്തോത്രം ആമേൻ. ഓ സ്തോത്രം ഹല്ലേലൂയ. അവർ ശക്തരായിട്ട് തീയുടെ ബലം കെട്ടു എന്നല്ല. ആമേൻ സ്തോത്രം. യേശു അവിടെ വന്നതുകൊണ്ട് തീയുടെ ബലം കെട്ടു. ആമേൻ. യേശു അവിടെ വന്നതുകൊണ്ട്. ആമേൻ സ്തോത്രം. ഇവിടെ നിങ്ങൾ തിരിച്ചറിയണമേ, ഇന്നലകളിൽ ഒത്തിരി പ്രശ്നങ്ങളിൽ നിങ്ങൾ വീണിട്ടുള്ളവരായിരിക്കാം, ആ പ്രശ്നങ്ങൾ തകർന്നു പോയിട്ടുള്ളവരായിരിക്കാം, ആ പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടുള്ളവരായിരിക്കാം. എന്നാൽ അതിൽ നിന്ന് എന്താണ് ഇപ്പോൾ ഉള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പ്രശ്നത്തിൽ യേശു ഇറങ്ങി നിൽക്കും. ആമേൻ. നീ വിശ്വസിക്കുന്നുവെങ്കിൽ, നിന്റെ വിശ്വാസം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, രാജാവേ, നീ കൊളുത്തിയ തീക്കും നീ കൊടുത്ത ഉത്തരവിനും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, എൻ്റെ ദൈവത്തിന് അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ വിശ്വാസം വലിയതെങ്കിൽ ആ വിശ്വാസത്തിന് പൂർത്തീകരണം വരുത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ.
ഒരു കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. ഈ തീ എന്ന് പറഞ്ഞാൽ ഒരു ഇറിറ്റേഷനാണ്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഇറിറ്റേഷനാണ്. നമ്മൾ ചിന്തിക്കുന്നത് പ്രശ്നമില്ലാതെ കൂളായിട്ട് ജീവിക്കണം, ക്വയറ്റായിട്ട് ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കണം. ആമേൻ, ലാവിഷായിട്ട് ജീവിക്കണം. ആ ദൈവവിശ്വാസം സ്തോത്രം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവമാണ്. ആമേൻ, സ്തോത്രം. നിങ്ങൾക്കറിയാമോ, മനുഷ്യർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എന്ന് അവകാശം പറയുന്ന രാജ്യങ്ങൾ ദൈവവിശ്വാസം ഇല്ലാത്ത രാജ്യങ്ങളാണ്. ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ സ്തോത്രം അവിടെയുള്ള മനുഷ്യർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് യുക്തിവാദികളൊക്കെ വന്നിരുന്നിട്ട് പറയുന്നത് അവർക്ക് ദൈവമില്ല, സന്തോഷമുണ്ട്. അപ്പോൾ ദൈവമില്ലെങ്കിൽ സന്തോഷമുണ്ടാകുമെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവിടെയുള്ള ഒരു യുവതി, ജോലിയുണ്ട്, എല്ലാമുണ്ട്. അവൾ കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുന്നു, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി. ആമേൻ, സ്തോത്രം. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി. ദയാവധത്തിന് വേണ്ടി അവൾ യാചിക്കുകയാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമാണ്. ദൈവമില്ലാത്ത ജീവിതം മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാക്കി തീർക്കും. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ചില കഷ്ടതകളൊക്കെ ഉള്ളത് നല്ലതാണെന്ന് ഭക്തന്മാർ പറയുന്നത്. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ഭക്തൻ പാടിയത്, ദുഃഖത്തിന്റെ പാനപാത്രം കയ്യിൽ തന്നാൽ വേണമെന്നേ. ചില ദുഃഖമില്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ പോലും കർത്താവിൻ്റെ അടുത്ത് നിൽക്കത്തില്ല. ഞാൻ പോലും എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രേഷ്ഠനായോണ്ടല്ല, ഇത് ദൈവത്തിന് അറിയാമെന്നേ. പൗലോസ് ഇരുന്നിട്ട് സൂത്രത്തിൽ ചോദിക്കുക, കർത്താവെ എല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ചുമ്മാതൊന്നുമല്ല, നാളെ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മൾ പലരും ചോദിക്കുന്നത് എന്താ, 2 മാസം കഴിഞ്ഞിട്ട് ചെയ്തു തരാൻ കർത്താവ്, നീ ഇപ്പം ശരിയാക്കി താ എന്നാ പറയുന്നത്. ആമേൻ. പക്ഷെ പൗലോസ് എല്ലാം ചെയ്തു വെച്ചിട്ട് പറയുക, എല്ലാം ചെയ്ത് ഇനി ഒരു അല്പം കൂടെ ഉള്ളൂ. ആമേൻ. ചെയ്തു വെച്ചിട്ട് പറയാം, കർത്താവെ ഈ ശൂലം ഒന്ന് മാറ്റിത്താ. അപ്പം കർത്താവ് ഉള്ളി പറഞ്ഞ് എന്തായിരിക്കും എന്നറിയാമോ, നീ ആരാന്ന് എനിക്കറിയത്തില്ലടാ മോനെ, ഈ ശൂലമായിട്ടാണ് നിന്നെ ഞാൻ ഇതുവരെ കൊണ്ട് നടത്തിയത്. ആമേൻ. ഇനി ഞാൻ നടത്തിക്കുള്ള ശൂലം അവിടെ ഇരുന്നോട്ടെ, ആ ശൂലം ഇല്ലെങ്കിൽ നീ എൻ്റെ അടുക്കലില്ലെന്ന് എനിക്കറിയാം. ആമേൻ. ചിലരൊക്കെ ബിരുദന്മാരാ, ഞാനുൾപ്പെടെ നമ്മളൊക്കെ ബിരുദന്മാരാ. നമ്മൾ ശൂലം മാറ്റാൻ വേണ്ടി പറയുമ്പോൾ എൻ്റെ കർത്താവിനറിയാം, പൊന്നു മോനെ ഈ ശൂലം മാറിയ നീ അപ്പം ഓടുമെന്ന് എനിക്ക് അറിയാമടാ, അങ്ങനെ നിന്നെ ഞാൻ വിടത്തില്ല. ആമേൻ. അങ്ങനെ എൻ്റെ അപ്പം വിടത്തില്ലെന്ന്. ചെറിയ ശൂലം ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ, അപ്പൻ അത്രയും സ്നേഹമാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സ്തോത്രം, ചില തീയുടെ അനുഭവങ്ങൾ കാരണമായി മാറാറുണ്ട്. എന്നാൽ സ്തോത്രം, എന്തുകൊണ്ട് ആ തീയുടെ അനുഭവം കടന്നു വരുന്നു? 3-ാം അധ്യായം 25-ാമത്തെ വാക്യം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. ശ്രദ്ധിക്കണമേ, തീയിൽ വീണപ്പോൾ എന്ത് സംഭവിച്ചു? കെട്ടഴിഞ്ഞു. ആമേൻ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ. അപ്പം നിങ്ങൾ ചോദിക്കും, എന്തിനാ കെട്ടഴിഞ്ഞേ? സ്തോത്രം. എന്തിനാ കെട്ടഴിഞ്ഞെന്ന് ചോദിച്ചാൽ ദൈവത്തിന് കൂടെ നിൽക്കാൻ വേണ്ടിയാ. കരയിൽ നിന്നപ്പോൾ ചില കെട്ടുണ്ടായിരുന്നു, അപ്പോൾ യേശുവിന് നിൽക്കാൻ പറ്റിയില്ല. തീച്ചുളയിൽ കെട്ടഴിഞ്ഞപ്പോൾ യേശു കൂടെ നിന്നു. ചില തീയുടെ അനുഭവം എൻ്റെ യേശുവിന് നിനക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാ, ചില കെട്ടഴിയാൻ വേണ്ടിയാ. ഇന്ന് ചില കെട്ടഴിയുക, നീ കടന്നു പോകുന്ന തീ ഇന്ന് ചില കെട്ടഴിക്കുക നിനക്കൊപ്പം. യേശു ആരാധന ശാഖാരാധന തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ഭവനത്തിനകത്ത് നീ ആയിരിക്കുന്ന യേശുവിൻ നാമത്തിൽ, ആ ജോലി സ്ഥലത്ത്, ആ ഓറിയാധാര ശാഖാരാധന യേശുവിൻ നാമത്തിൽ, സഹോദര, അവിടെ നീ ഒറ്റയ്ക്കല്ല. എൻ്റെ യേശു ഇറങ്ങി വരിക, നിന്നെ ന്യായം വിധിക്കുവാൻ, നിന്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ വളഞ്ഞു നിൽക്കുന്നവരുടെ മധ്യത്തിൽ, ആ രാജ്യത്തിന്റെ നിയമത്തിനകത്ത് നിന്നെ പെടുത്തി കളയുമെന്നായിരിക്കുന്നവരുടെ മധ്യത്തിൽ യേശു ഇറങ്ങി. ഓ, ഈ തീ നിന്റെ കെട്ടഴിക്കും. ഓ, താങ്ക് യു ലോർഡ്. ഈ തീയിൽ കെട്ടഴിയും. യേശു നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ തീയിൽ കെട്ടഴിയും യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഓ, രാധാന ശാഖാരാധന യേശുവിൻ നാമത്തിൽ. ആമേൻ. തീയിൽ കെട്ടുപൊട്ടും, തീയിലേ പൊട്ടത്തുള്ളൂ. ആമേൻ. തീയില്ലെങ്കിൽ കെട്ട് പൊട്ടിക്കാൻ പോയിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല. ആമേൻ. തീയൊക്കെ മാറി നോക്കണം, എത്ര മണിവരെ ഉറങ്ങുമെന്ന്. ഓ, സ്തോത്രം. ഉറങ്ങിയാലും ഉറക്കം തീരത്തില്ല. ആമേൻ. പക്ഷേ തീ ഉണ്ടെങ്കിലോ, സ്തോത്രം, ആമേൻ, ഉറക്കം വരത്തുമില്ല. കർത്താവിന് ആവശ്യം അതാ. ഇവൻ ലോകത്തിലേക്ക് തുറന്നു വെച്ച ചെവിയും അടച്ചിട്ട് എൻ്റെ അടുത്തിരിക്കണം. എനിക്ക് സംസാരിക്കണം. ആമേൻ. എനിക്ക് സംസാരിക്കണം. ആമേൻ. എനിക്ക് സംസാരിക്കണം. കറക്റ്റ് ട്യൂണിങ് ആവണം. പഴയ റേഡിയോ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം. സ്തോത്രം. അതിൻ്റെ ട്യൂണിങ് കറക്റ്റ് ആയില്ലെങ്കിൽ വെളിയിൽ കൂടെ പോകുന്ന എല്ലാ ശബ്ദവും കേൾക്കും. കിറുകിറുപ്പും ബഹളവും ഒലിവും, സ്തോത്രം, വലിയ പാടാ. കറക്റ്റ് ട്യൂണിങ് ആയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ആമേൻ. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, തീച്ചുളയ്ക്കകത്ത് 3 പേരെത്തി, 4അവനായിട്ട് യേശു ഉണ്ട്. സ്തോത്രം. യേശു വായു അടച്ചു വെച്ചിട്ട് ഞാൻ മിണ്ടൂലടാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നോ? ഇല്ല. യേശു അങ്ങനെ വാദോരാതെ ഇവരോട് സംസാരിച്ച് കാണുന്നു. നീയൊക്കെ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴേ ഞാനിങ്ങനെ ഇറങ്ങി വന്നു. നിങ്ങൾ വന്നല്ലോ, ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആമേൻ. പണ്ടേ ഞാനിങ്ങനെ പലർക്കും വേണ്ടി നിന്നതാ, പക്ഷേ അവർ ഓടിയത് കൊണ്ട് ഞാൻ നാണം കെട്ടുപോയി. നിങ്ങൾ എന്നെ നാണം കെടുത്താതെ വന്നതിനായി ഓ, താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ.
ആമേൻ സ്തോത്രം. നാലാമനെ കാണും. ആമേൻ. കെട്ട് പൊട്ടിയാൽ നിനക്കൊപ്പമുള്ള ദൈവത്തെ ദേശം കാണും, നിനക്കൊപ്പമുള്ള ദൈവത്തെ കുടുംബം കാണും. ആമേൻ. നീ എവിടെയാണോ തീ പിടിച്ചലയുന്നത്, നീ എവിടെയാണോ വെന്തു പോകുമെന്ന് ലോകം വിളിച്ചു പറയുന്നത്, എവിടെയാണോ നിന്റെ അവസാനമെന്ന്, എവിടെ നീ തീരുമെന്നാണോ നീ ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുന്നത്, അവിടെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സർവശക്തനായ ദൈവത്തെ നീ കാണും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ സ്തോത്രം. ആമേൻ. തീ കത്തുന്നത് കൊണ്ട് സങ്കടപ്പെടേണ്ട. ഈ തീ ഇല്ലെങ്കിൽ വിശ്വാസ ജീവിതമൊന്നും ഇല്ലെന്നേ. ആമേൻ സ്തോത്രം. ഈ തീ ഇല്ലെങ്കിൽ ഭക്തനില്ല, ഈ തീ ഇല്ലെങ്കിൽ സ്തോത്രം ഒന്നുമില്ല. ഈ തീ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ പള്ളിയില്ല, ആരാധനയില്ല, ഒന്നുമില്ല. സ്തോത്രം. മൂടിക്കെട്ടി ആദ്യം നമ്മൾ തന്നെ പറയും പ്രശ്നമെല്ലാം തീർന്നല്ലോ, ഇനിയിപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം. അതിനുവേണ്ടി ഒരുങ്ങുന്നവർ തന്നെ പാടാണ്. നോക്കി. അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. അവിടെ വിശ്വാസത്തിൻ്റെ ശക്തി സിംഹത്തിൻ്റെ വായ് അടപ്പിക്കുന്നു. വിശ്വാസ ശക്തി നോക്കും. അതിനടിസ്ഥാനമായി എബ്രായ ലേഖനത്തിൽ ആ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് അടിസ്ഥാനമായി ദാനിയേലിന്റെ ജീവിതം തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ വായടച്ചിരിക്കുന്ന ഒരു സിംഹത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും, സ്തോത്രം, ആമേൻ, ആ സിംഹത്തിന് എന്തെങ്കിലും രോഗമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മ്യൂസിയത്തിലുള്ള സിംഹമായിരിക്കും. ആ സിംഹങ്ങൾ പൊതുവെ വായടച്ചാണ് ജീവിക്കുന്നത്, പാവം മിണ്ടാപ്രാണികൾ. ആമേൻ. പക്ഷേ എന്നാൽ അങ്ങനെയുള്ള സിംഹമല്ല. സ്തോത്രം. കടിച്ചു കീറുവാൻ തക്കവണ്ണം ശക്തിയോടെ വായ് തുറന്നിരുന്ന സിംഹങ്ങൾ, ആമേൻ സ്തോത്രം, വായ് അടച്ചിരുന്നു. ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ചില വായ്കളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അടയ്ക്കും. ആമേൻ സ്തോത്രം. ശപിക്കുന്ന ചില വായ്കളെ, നിന്ദിക്കുന്ന ചില വായ്കളെ, അപമാനിക്കുന്ന ചില വായ്കളെ, ഇടതടവില്ലാതെ ശാപവാക്കുകൾ, ശാപവാക്കുകൾ, ആമേൻ സ്തോത്രം, ചില വായ്കൾ അടയുക. നിന്നെ ശപിപ്പിക്കുന്ന, നിന്നെ മടിപ്പിക്കുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തി. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. ചില വായ്കളെ, ആമേൻ സ്തോത്രം, ആമേൻ. ചില വായ്കൾക്ക് ശക്തിയില്ലെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, എന്നാൽ അങ്ങനെയല്ല. ആമേൻ. നോക്കിയേ, ഈ സിംഹങ്ങളുടെ വാക്യം നല്ലതുപോലെ ശക്തിയുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ചിലരെ പിടിച്ച് രാജാവ് ഈ സിംഹഗുഹയ്ക്കകത്തോട്ട് അങ്ങിട്ടു. ഇവർ താഴെ എത്തും മുമ്പേ ഇവരുടെ അസ്ഥിയൊക്കെ സിംഹം ഒടിച്ചു കളഞ്ഞു. അത്രയും ശക്തന്മാരാണ് അകത്ത് കിടക്കുന്നത്. ചിലർ വാ തുറന്ന് പറഞ്ഞാൽ മതി, അതോടെ തീർന്നു കിട്ടും. ആമേൻ സ്തോത്രം. കൂടുതലൊന്നും ചെയ്യേണ്ട, വാ തുറന്ന് പറഞ്ഞാൽ മതി. ആമേൻ. നമ്മൾ സന്തോഷത്തോടെ ഒരു കാര്യം പറയും, അതിനെക്കുറിച്ച് ഇങ്ങോട്ട് വാ തുറന്ന് 2 വാക്ക് പറഞ്ഞാൽ മതി, അന്ന് അത് തീർന്നു, അന്നത് ക്യാൻസലായി. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ക്യാൻസൽ ചെയ്യാനുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരടുത്ത് പറഞ്ഞാൽ മതി, അന്ന് അവരതിനെ പറഞ്ഞു. ചിലരുടെ വാക്ക് അത്രയും ശക്തി. ആമേൻ സ്തോത്രം. ചിലരുടെ വാക്കുകൾക്ക് അത്രയും ശക്തി. ആമേൻ. ഏത് വിശ്വാസിയെ അവിശ്വാസിയാക്കി മാറ്റുവാൻ ചിലരുടെ ഒറ്റ വാക്ക് മതി. ആമേൻ സ്തോത്രം. ഏത് പഠിച്ചുകൊണ്ടിരിക്കുന്നവനെയും പഠിക്കാത്തവനാക്കി മാറ്റുവാൻ, ഏത് ശക്തനെയും അശക്തനാക്കി മാറ്റുവാൻ, ഏത് സന്തോഷമായിട്ട് പോകുന്ന കുടുംബത്തെയും തകർത്ത് മുടിപ്പിച്ച് സ്തോത്രം നാറാണ കല്ലടിപ്പിക്കാൻ ഒരൊറ്റ വാക്ക് മതി. അങ്ങനെ ചിലരുണ്ട്. ആമേൻ സ്തോത്രം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ദൈവദാസനെ ഇവരുടെ വാക്കുകൾക്ക് ഇങ്ങനെ ശക്തി ഉണ്ടാതായി മാറുന്നത്? ആമേൻ സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ ഒപ്പമുള്ള ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉള്ളതായി മാറുന്നത്? നിങ്ങളുടെ വീടിനകത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ബലം കൊണ്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അവർ ശപിക്കുമ്പോൾ പിശാച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. ചിലരുടെ ശാപവാക്കുകളെ ശക്തി ഉള്ളതാക്കി തീർക്കുന്ന നേർച്ച കാഴ്ചകളും മന്ത്രവാദങ്ങളും വിശുദ്ധ പ്രയോഗങ്ങളും ആഭിചാരങ്ങളും, അതെ, ഇന്നലകളിൽ നിന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരത്തെ തന്നെ തകർത്ത് കളഞ്ഞ, മുന്നേറുവാൻ കഴിയാത്ത വിധത്തിൽ ജീവിതത്തിൽ ചില തടസ്സങ്ങൾ ഇട്ടുവെച്ച വാക്കുകൊണ്ട് തന്നെ തകർത്ത് കളഞ്ഞ ചിലരുടെ വായ്കൾ ഇന്ന് ഭയപ്പെടുന്നുണ്ട്. ചില വായ്കളെ എൻ്റെ കർത്താവ് അടപ്പിക്കുക. ആമേൻ സ്തോത്രം. നിനക്ക് വിരോധമായി തുറന്നിരിക്കുന്ന ചില വായ്കളെ, ശപിക്കുന്ന ചില വായ്കൾ, ഓ റാദിയാരാധന ശാഖ, അപമാനം, ഓ സ്തോത്രം, കുറ്റം പറയുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന ചില വായ്കളെ കർത്താവ് അടപ്പിക്കുക. യേശുവിൻ നാമത്തിൽ. ഇനി കുറ്റം പറയുവാൻ ചിലരുടെ വായ് തുറക്കത്തില്ല. ഇനി അപമാനിക്കുവാൻ, ഇനി നിന്ദിക്കുവാൻ, ഇനി നിന്നെ തകർക്കുവാൻ, ഇനി നിന്റെ വിശ്വാസത്തെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. അതേ സഹോദരി സ്തോത്രം, നിന്റെ തലമുറയുടെ സ്തോത്രം ഭാവിയെ തകർത്ത് കളഞ്ഞ ആ വാക്ക്, യേശുവിൻ നാമത്തിൽ ഇനി ആ വാ തുറക്കത്തില്ല. ആ വിവാഹത്തിന് തടസ്സമായി തുറക്കുന്ന വായ് അവരുടെ ഭാവിക്ക്
ചില വായ്കളെ നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി തുറക്കുന്ന ചില വായ്കളെ, നിന്റെ നന്മകൾക്ക് വിരോധമായി, നിന്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി ശുശ്രൂഷ കേൾക്ക്, തുറക്കുന്ന ചില വായ്കളെ കർത്താവ് അടയ്ക്കുവാൻ പോകുക. വിശ്വാസത്തിന്റെ ശക്തി, സ്തോത്രം, സിംഹത്തിന്റെ വായ് അടപ്പിക്കും. ആമേൻ. കടിച്ചു കീറുവാൻ നിൽക്കുന്നതിന്റെ ഒക്കെ വായ് എന്തിന്റെ ശക്തി അടപ്പിക്കും? ദാനിയേലിന്റെ ശക്തിയല്ല, പിന്നെയോ വിശ്വാസത്തിന്റെ ശക്തി അടപ്പിക്കും. ശ്രദ്ധിക്കണമേ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്തോത്രം ചിലർക്കെങ്കിലും ഒരു സന്തോഷം വന്നു കാണുന്നെങ്കിൽ വന്നു കാണട്ടെ. പക്ഷേ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ദൈവം തൻ്റെ ദൂതനെ അയച്ച് എന്ത് ചെയ്തു? സിംഹത്തിൻ്റെ വായടപ്പിച്ചു. അതുകൊണ്ട് ദാനിയേൽ എന്ത് ചെയ്തു? പിറ്റേ ദിവസം പോയിട്ട് മാളിക മുറിയിൽ നിന്ന് കട്ടിലും മേശയും എടുത്തുകൊണ്ടിട്ട് സിംഹത്തിൻ്റെ അടുത്ത് വന്ന് കിടന്നു? ഇല്ല. ദാനിയേൽ അപ്പോഴും തന്നെ കയറിപ്പോയി. ആമേൻ. ചില വായുള്ളവന്മാരുടെ അടുത്ത് പോയി നിൽക്കരുത്. ആമേൻ. സ്തോത്രം. കർത്താവ് ഒരിക്കലത്തേക്ക് വാടച്ചു തരും, ജീവനും കൊണ്ട് ഓടിക്കൊള്ളു. ആമേൻ. സ്തോത്രം. ചില ശാപവാക്കുകൾ ഫലിക്കാതെ നിന്നെ കർത്താവ് ചിലരുടെ വായടപ്പിച്ചു തരും. പക്ഷേ അവിടെ കട്ടിലുമിട്ട് താമസമാക്കരുത്. ആമേൻ. സ്തോത്രം. ഒത്തിരി ഒന്നും അവരുടെ അടുത്ത് നിൽക്കുവാൻ ശ്രമിക്കരുത്. വേർപാട് ആവശ്യമത്രേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. രാജാവ് ആരെയാണ് രണ്ടാമത് സിംഹക്കുഴിയിലിടുവാൻ ഓർഡർ കൊടുത്തത്? ആദ്യം സിംഹക്കുഴിയിലിടുവാൻ ഓർഡർ കിട്ടിയത്, കൽപ്പന കിട്ടിയത് ദാവീദിനാണ്. രണ്ടാമത് ദാവീദിനെ എടുത്തിടുവാൻ വേണ്ടി സിംഹങ്ങളുടെ കുഴി ഒരുക്കപ്പെട്ടു. ആമേൻ. സ്തോത്രം. നീ കരയിൽ കയറി വന്ന നിന്നെ സിംഹത്തിന്റെ കുഴിയിലിടാൻ പ്ലാൻ ചെയ്തവരെല്ലാം അതിനകത്ത് വീഴും. ഹല്ലേലൂയ. സിംഹം ഒരു ലഞ്ചേ കഴിക്കത്തുള്ളൂ, ഒരു ഡിന്നറെ കഴിക്കത്തുള്ളൂ, ഒന്നിൽ കൂടുതൽ കഴിക്കത്തില്ല. അത് നീയാണോ നിന്റെ ശത്രുക്കളാണോ തീരുമാനിച്ചോളൂ. ആമേൻ. നിങ്ങൾ കയറി വരുമെങ്കിൽ, വിശ്വാസത്തോടെ നിങ്ങൾ കയറി വരുമെങ്കിൽ, മുൻപിൽ കാണുന്ന സിംഹക്കുഴിയുടെ അനുഭവങ്ങളിൽ നിന്ന് വിശ്വാസത്തോടെ നീ കയറി വരുമെങ്കിൽ, ആമേൻ. സ്തോത്രം. നിന്നെ അതിനകത്ത് തള്ളിയിടുവാൻ കാരണമായ, നിന്നെ അവിടെ തകർത്ത് കളയുവാൻ കാരണമായ, നിന്നെ അവിടെ മുടിച്ചു കളയുവാൻ കാരണമായ, നിന്നെ അവിടെ നിർത്താതെ ഓടിച്ചു കൊണ്ടിരിക്കും. ഓ യേശുവിൻ നാമത്തിൽ. ഇവർക്ക് ഇത് തന്നെയായിരുന്നു പരിപാടി. ആമേൻ. സ്തോത്രം. ഇവരിട്ട് ഓടിക്കൊക്കെയായിരുന്നു. പക്ഷേ സിംഹക്കുഴിയിൽ അതിനവസാനമായി. ആമേൻ. തീച്ചൂളയും സിംഹക്കുഴിയുമൊക്കെ നമുക്ക് പേടിയാ. പക്ഷെ കേൾക്കണമേ, തീച്ചൂളയും സിംഹക്കുഴിയുമൊക്കെ നമ്മുടെ അവസാനത്തിനല്ല, ഓടിക്കുന്ന ചിലതിൻ്റെയൊക്കെ അവസാനത്തിന്. ആമേൻ. ചിലതിൻ്റെ അസ്ഥികളെയൊക്കെ ദൈവം അടയാളത്തോടെ ഓടിപ്പിക്കും. ദൂത. ആമേൻ. യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്ക് ആ ദൈവത്തെ സ്തുതിക്കും. നോക്കൂ, 3, വിശ്വാസത്തിൻ്റെ ശക്തിയാൽ മരിച്ചവർ ഉയർക്കുന്നു. എബ്രായ ലേഖനകർത്താവ് പറയുന്നു, വിശ്വാസത്തിൻ്റെ ശക്തിയാൽ മരിച്ചവർ ഉയർക്കുന്നു. ഞാൻ ഒത്തിരി തവണ ഉപവാസത്തോടെ പ്രാർത്ഥിച്ച് ചോദിച്ചിട്ടുള്ള, ദൈവസേനയിൽ ഇരുന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കർത്താവ് ഈ പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ഉയർപ്പിൻ്റെ അനുഭവങ്ങളൊക്കെ എവിടെയാണ്? ആ വിശ്വാസത്താൽ ഇപ്പോൾ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ യേശു വന്നിട്ട് അവരുടെ വിശ്വാസം കണ്ടിട്ട് ഉയർപ്പിച്ചു. അങ്ങനെയുള്ള ആ ഉയർപ്പിൻ്റെ അനുഭവങ്ങളൊക്കെ എവിടെയാണ്? ഇങ്ങനെ ആ ചരിത്രത്തിനായി പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒരു താഴ്വരയിൽ കൊണ്ടുപോയി നിർത്തി. താഴ്വരയെന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം അത് വളരെ സന്തോഷകരമായ, വളരെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു സ്ഥലമായിരിക്കാം. എന്നാൽ അങ്ങനെയല്ല. എന്നെ കർത്താവ് കൊണ്ട് നിർത്തിയ ഒരു താഴ്വര, ആ താഴ്വര ഒരു അസ്ഥി താഴ്വരയായിരുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പ്രവാചകനെ അവിടെ ദൈവം എത്തിച്ചു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, എങ്ങനെയാണ് അസ്ഥികൾ കൊണ്ട് ആ താഴ്വര നിറഞ്ഞത്? അവിടെ ആരുടെ അസ്ഥികളാണ് ഉള്ളത്? ആമേൻ. യെഹെസ്കേൽ എന്ന പ്രവാചകൻ എത്തിപ്പെട്ട താഴ്വരയിൽ ആരുടെ അസ്ഥികളാണുള്ളത്? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആമേൻ. യുദ്ധത്തിന് പോയവരുടെ അസ്ഥികളാണ് അവിടെ ഉള്ളത്. ശ്രദ്ധിക്കണമേ, യുദ്ധത്തിന് പോയ സൈന്യത്തിൻ്റെ അസ്ഥികളാണുള്ളത്. യുദ്ധത്തിന് പോകുന്നതാരാ? യുദ്ധത്തിന് പോകുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയും, പല്ലുപോയ അപ്പൂപ്പനും അമ്മൂമ്മയും മുറുക്കാൻ ജലവും കൊണ്ട് യുദ്ധത്തിന് പോകും? പോകത്തില്ല. അപ്പോൾ പിന്നെ സ്തോത്രം, പാല് കുടിക്കുന്ന പിള്ളേർ യുദ്ധത്തിന് പോകത്തില്ല. അപ്പോൾ യുദ്ധത്തിന് പോയതാരാ? യൗവനക്കാർ. ആമേൻ. ശ്രദ്ധിക്കേ, യൗവനക്കാരാണ് യുദ്ധത്തിന് പോകുന്നത്. ആമേൻ. യൗവനമുള്ളവർ, സ്തോത്രം, ജീവിതം മുൻപിലുള്ളവരാണ് യുദ്ധത്തിന് പോകുന്നത്. പലരുടെയും പ്രതീക്ഷയായിരിക്കുന്നവരാണ് യുദ്ധത്തിന് പോകുന്നത്. ആമേൻ. സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ സമയം മാത്രമേ മറ്റുള്ളവർ നമ്മിൽ പ്രതീക്ഷ വയ്ക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് വേറെ ആരിലെങ്കിലും പ്രതീക്ഷ വയ്ക്കും. എന്നാൽ മറ്റുള്ളവരുടെ പ്രതീക്ഷയായി നിൽക്കുന്ന യൗവനയുക്തരാണ്, ആമേൻ, സ്തോത്രം, യുദ്ധത്തിന് പോകുന്നത്. ആ യുദ്ധത്തിന് പോയവരാണ് അസ്ഥിയായി കിടക്കുന്നത്. ശ്രദ്ധിക്കുക, ആരാണ്? ആ യുദ്ധത്തിന് പോകുന്നവരാണ് അസ്ഥിയായി അസ്ഥി താഴ്വരയിൽ കിടക്കുന്നത്. ഇവർ അസ്ഥിയായി കിടക്കുമ്പോൾ ഇവരിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഇവരുടെ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു? ആമേൻ. പോയത് പോട്ടെ എന്നാ വേറെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. അല്ല, അവരിൽ മകൻ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട്, അവരിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ട്. കേൾക്കണമേ, അവരിൽ സഹോദരങ്ങൾ നഷ്ടപ്പെട്ട സഹോദരന്മാരുണ്ട്. അവരെന്ത് ചെയ്തു?
അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ. അവർ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കത്തില്ലേ? പ്രാർത്ഥിക്കും. അത് പ്രത്യേകിച്ച് വീട്ടിൻ്റെ മുമ്പ് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ പ്രാർത്ഥിക്കും. ആമേൻ. നിന്റെ പ്രാർത്ഥന കണ്ട്, നിന്റെ വിശ്വാസ ജീവിതം കണ്ട് ലോകം പറയും നീ ദൈവത്തിൻ്റെ മകനാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണമേ, അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ എന്ത് വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചത്? അവർ കേട്ടിട്ടുണ്ട് അവർക്കൊരു പിതാവുണ്ട്, ആബ്രഹാം എന്ന പിതാവ്. ആബ്രഹാമിന് സ്തോത്രം കല്ലുകളിൽ നിന്ന് മക്കളെ ഉത്ഭവിപ്പിച്ച് നൽകുവാൻ കഴിയുന്ന ആബ്രഹാമിന് സ്തോത്രം ജഡത്തിൽ നിർജീവമായ ജഡശരീരത്തിൽ നിന്ന് തലമുറയെ ഉത്ഭവിച്ചു നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടി? നഷ്ടപ്പെട്ടു പോയവർ തിരികെ ലഭിക്കുവാൻ വേണ്ടി. എന്തിനു വേണ്ടി? അസ്ഥിയായി തീർന്നവർ, എന്തിനു വേണ്ടി? ഉണങ്ങിപ്പോയവർ, എന്തിനു വേണ്ടി? ബന്ധം വിട്ടുപോയവർ, അവർ തിരികെ ലഭിക്കുവാൻ വേണ്ടി. അവരുടെ വിശ്വാസം വലുതായിരുന്നത് കൊണ്ട്, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവരുടെ വിശ്വാസം വലുതായിരുന്നത് കൊണ്ട് നോട്ടിൽ കൂടെ നടന്ന പ്രവാചകനെ ദൈവം അസ്ഥി താഴ്വരയിലേക്ക് നടത്തി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. നിന്റെ വിശ്വാസം വലുതെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ പലതുമുള്ള സ്ഥാനത്തേക്ക് ദൈവം പലരെയും അയക്കും. ഓ താങ്ക് യു ലോർഡ്. നിങ്ങൾക്ക് ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ആമേൻ, സ്തോത്രം. നിന്റെ വിശ്വാസം വലുതെങ്കിൽ ഒരിക്കലും തിരികെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് സ്തോത്രം ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലതിനടുക്കലേക്ക് ചിലരെ എൻ്റെ ദൈവം അയക്കും. ബന്ധം വിട്ടവരുടെ അടുക്കലേക്ക്, ഉണങ്ങിപ്പോയ ഉണങ്ങിപ്പോയ അനുഭവങ്ങളിലേക്ക്, ബന്ധം വിട്ടുപോയ ആ സ്ഥാനങ്ങളിലേക്ക്, യേശുവിൻ നാമത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ സ്ഥാനത്തിലേക്ക് സ്തോത്രം പ്രവാചകൻ അയച്ച ദൈവം ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ വിശ്വാസം വലുതെങ്കിൽ ആ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അസ്ഥി താഴ്വരെ ജനസമൂഹമാക്കി മാറ്റുന്ന, അസ്ഥി താഴ്വരെ നിഹതന്മാരുടെ സൈന്യമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ശബ്ദം നിന്റെ മുൻപിലുള്ള അസ്ഥി താഴ്വരെ ബന്ധം വിട്ടു പോയതിനെ, നിന്റെ മുമ്പിൽ നിന്ന് അകന്നു യേശുവിൻ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയതിനെ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ, ഒരിക്കലും നിനക്ക് പ്രാപിക്കുവാനോ ഒരിക്കലും നിനക്ക് നേടിയെടുക്കുവാനോ കഴിയാത്ത വിധത്തിൽ നിന്നിൽ നിന്ന് അകന്നു പോയതിനെ തിരികെ തരുവാൻ തക്കവേണ്ട അസ്ഥി താഴ്വരയിലേക്ക് പ്രവാചകനെ അയച്ച ദൈവം നിന്റെ തൊഴിലിടത്തിലേക്ക് നിനക്ക് വേണ്ടി ചിലരെ അയക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകളുടെ അടുക്കലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, യെസ് റാദിയാഷാഖാറാതനെ, നിന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക്, നിന്റെ ഭാര്യയുടെ അടുക്കൽ, യെസ് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എന്റെ ദൈവം ചിലരെ അയക്കുക. പ്രവാചകനെ അയച്ച ദൈവം യെസ് യേശുവിൻ നാമത്തിൽ ശക്തന്മാരെ എന്റെ ദൈവം അയക്കുക. നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ, നിനക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ, നിനക്ക് മുമ്പിൽ നിന്റെ ഭാവിയുടെ പ്രതീക്ഷകളെ തടഞ്ഞു വച്ചിരിക്കുന്ന ആ തടസ്സത്തെ യെസ് യേശുവിൻ നാമത്തിൽ നിനക്ക് പുറത്തു വരുവാൻ കഴിയാതെ, മറ്റുള്ളവരുടെ സന്തോഷമായി മാറുവാൻ കഴിയാതെ, മറ്റുള്ളവരുടെ അനുഗ്രഹമായി മാറുവാൻ കഴിയാതെ, മുൻപിൽ അടച്ചു വച്ചിരിക്കുന്ന ആ തടസ്സത്തെ നീക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവാചകനെ അയച്ചതുപോലെ ചിലരെ നിനക്ക് വേണ്ടി അയക്കുക. യേശുവിൻ നാമത്തിൽ, ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ സ്തോത്രം. അവൻ ഒരു നിമിഷം ശ്രദ്ധിച്ചേ. അസ്ഥി താഴ്വരയിൽ ആരൊക്കെ വന്നു കാണും? മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ വന്നു കാണും. വന്നു നിന്നിട്ട് എന്ത് ചെയ്ത് കാണും? ആദ്യമൊക്കെ സ്തോത്രം. എങ്കിലും യുദ്ധം കഴിയണം വരാൻ വേണ്ടിയിട്ട്. യുദ്ധം എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള സമയമാണ്. ചത്ത് കിടന്ന ഉടനെ ഒന്നും വരാൻ പറ്റത്തില്ല. കൂടെ നിൽക്കുന്ന ഒരു ജീവൻ രക്ഷിക്കണം. അവൻ ഓടണം അല്ലെങ്കിൽ കൊല്ലണം. സ്തോത്രം. അപ്പോൾ യുദ്ധം കഴിയാൻ ഒരുപാട് ദിവസം എടുക്കും. ഇവർ വന്ന് നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഭർത്താവിനെ കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം അസ്ഥിയായിപ്പോയി. കുറേ ഈ താഴ്വരയുടെ കരയിൽ നിന്ന് കരയും, കുറേ സങ്കടം പറയും, കുറേ പരാതി പറയും, അങ്ങ് പോവും. വേറെ ചിലർ ചില പൂക്കൾ കൊണ്ട് വയ്ക്കുമായിരിക്കും. വേറെ ചിലർ അവർക്ക് വേണ്ടി അവരുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും. വേറെ ചില ബിരുദന്മാർ വന്നിട്ട് കുറ്റം പറയുമായിരിക്കും. നിനക്കൊക്കെ ഇങ്ങനെ തന്നെ വേണം ഇവിടെ, നീയൊക്കെ അന്ന് കാലുവയെന്ന് പറഞ്ഞ് കിടന്നിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവുമോ എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നവർ കാണും. ആമേൻ, സ്തോത്രം. ഇങ്ങനെ ഒരുപാട് പേർ ഈ അസ്ഥി താഴ്വരയിൽ വന്നിട്ടുണ്ട്. ആമേൻ, ഒരുപാട് പേർ ഈ അസ്ഥി താഴ്വരയിൽ വന്നിരിക്കാം. എന്നാൽ കേൾക്കണമേ, ഒരു ദിവസം ദൈവം പ്രവാചകനെ അയച്ചു. ആമേൻ, താങ്ക് യു ലോർഡ്. ആമേൻ. അന്ന് വരെ വന്നതിൽ നിന്ന് വ്യത്യസ്തനായി നാവിന്മേൽ അധികാരമുള്ളവനെ ദൈവം അയച്ചു. പ്രവചിക്കുവാൻ അധികാരം കൊടുത്തവനെ ദൈവം അയച്ചു. അതെ, ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ചിലത് ജീവിക്കുവാൻ പോകുക. നാവിന്മേൽ അധികാരത്തോടെ മരിച്ചുപോയെന്ന്, അസ്ഥിയായി തീർന്നെന്ന്, ഇനി ഒരിക്കലും
ഒരിക്കലും ജീവിക്കത്തില്ല എന്ന്, ഇനി ഒരിക്കലും നിനക്ക് കിട്ടത്തില്ല എന്ന്, ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ നന്മയായി തീരത്തില്ല എന്ന്. ആരാധന ശകാരാധന യേശുവിൻ നാമത്തിൽ ചിലതിനെ എൻ്റെ ദൈവം ജീവിപ്പിക്കുക. ജീവിപ്പിക്കുവാൻ അധികാരമുള്ളവരെ കർത്താവ് അയക്കുക. നാവിന്മേൽ അധികാരമുള്ളവരെ, പ്രവാചകന്മാരെ അയക്കുക, ശക്തന്മാരെ അയക്കുക, അധികാരികളെ അയക്കുക. മാതാവേ, നിന്റെ തലമുറകൾക്ക് വേണ്ടി അധികാരികളെ അയക്കുക. അവിടെ വിദ്യാഭ്യാസം പൂർത്തീകരണം ഉണ്ടാകുവാൻ വേണ്ടി അധികാരികളെ അയക്കുക. നിന്റെ ഇന്നത്തെ ജീവിതം മാറുവാൻ വേണ്ടി ശക്തന്മാരെ ദൈവം അയക്കുക. ആമേൻ, സ്തോത്രം. അതുവരെ പയ്യവരെ പോലെയല്ല, സ്തോത്രം. ശക്തന്മാർ പോയതെന്നുകൊണ്ട് അവരുടെ വിശ്വാസം വലുതായിരുന്നത് കൊണ്ട്. അവിടെ വിശ്വാസം വലുതായിരുന്നപ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 31:10 പറയുന്നു, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി അവർ എഴുന്നേറ്റു. ഇവിടെ 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ശ്രദ്ധിക്കണമേ, അയക്കപ്പെട്ടവൻ ഇവൻ്റെ ജോലി ഇത് തന്നെയായിരുന്നു. നിങ്ങൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ഇതുപോലെ ഓരോരുത്തും പോയി കല്ലറയുടെ വാതിൽക്കൽ നിന്നു, സ്തോത്രം, പ്രവചിക്കും, എണീറ്റ് വാ. ഇതായിരുന്നു സ്തോത്രം യെഹെസ്കേലിൻ്റെ ജോലി. അങ്ങനെയുള്ള ഒരു യെഹെസ്കേലിനെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. യെഹെസ്കേലിന് ഇതല്ലായിരുന്നു ജോലി. എന്നാൽ സ്തോത്രം, ഒരു സമയത്ത് ദൈവം പറഞ്ഞു, യെഹെസ്കേലെ നീ പ്രവചിച്ചോ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്തായിരിക്കുന്ന യെഹെസ്കേൽമാരോട് പറയുക, നീ പ്രവചിക്ക്. നിന്നെ നോക്കണ്ട, ഇന്ന് വരെയുള്ള എക്സ്പീരിയൻസ് നോക്കണ്ട, നീ പ്രവചിക്ക്. നിന്റെ വാക്കുകൾക്ക് എൻ്റെ ദൈവം ശക്തി തരും. ശക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, റിയാധാന, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ശക്തി നിന്റെ നാവുകൾക്ക് എക്സ്പീരിയൻസ് നോക്കണ്ട. ഇന്നലകൾ നീ ഇതാണോ ചെയ്തതെന്ന് ചിന്തിക്കണ്ട. ഇന്ന് പ്രവചിക്ക്. അസ്ഥിയായി മാറിയതിനെ നോക്കി പ്രവചിക്ക്. ബന്ധം വിട്ടതിനെ നോക്കി പ്രവചിക്ക്. നിന്റെ ഭർത്താവിനെ നോക്കി പ്രവചിക്ക്. നിന്റെ ഭാര്യയെ നോക്കി പ്രവചിക്ക്. നിന്റെ മക്കളെ നോക്കി പ്രവചിക്ക്. നിന്റെ തൊഴിലിനെ നോക്കി, നിന്റെ ഭാവിയെ നോക്കി പ്രവചിക്ക്. കാൽ കീഴിൽ കിടക്കുന്നത് എഴുന്നു നിൽക്കുവാൻ പോകുക. ഓ ആമേൻ. തിരിച്ചറിയുന്നവർക്കായി കാൽ കീഴിൽ കിടക്കുന്നത് പലരുടെയും കാലിനടിപ്പെട്ടു. ഓ സ്തോത്രം. പലരുടെയും കാലിനടിയിലായി പോയത്, പലരുടെയും കാൽ കീഴിലായി പോയത്, പലരുടെയും കാൽ കീഴ്. ഓ യെസ്. പലരും കാൽ കയറ്റി വെച്ച് അവകാശം പറയുക. യെസ്, ആമേൻ, ആമേൻ. നിന്റെ പ്രതീക്ഷയായ പലതിനും മേൽ പലരും കാൽ കയറ്റി വെച്ചിരിക്കുക. നിന്റെ കുടുംബ ജീവിതത്തിന് മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ആരോഗ്യത്തിന് മേൽ, നിന്റെ നന്മകളുടെ മേൽ, നിന്റെ വാഗ്ദത്തത്തിന് മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്ന യേശുവിൻ നാമത്തിൽ പ്രവചിക്ക്. ആ തൊഴിലിനെ നോക്കി പ്രവചിക്ക്. ആമേൻ. വിരോധമായി നിൽക്കുന്നവരെ നോക്കി പ്രവചിക്ക്. യേശുവിൻ നാമത്തിൽ. ഓ റിയാധാര ശാഖാരാധന നോക്കി, സ്തോത്രം. ആമേൻ. വചനം പറയുന്നു, അവർ വലിയ സൈന്യമായി നിവർന്നു നിന്നു. സ്തോത്രം. അസ്ഥിയുടെ മുകളിൽ പലരും കാൽ വയ്ക്കും. ശ്രദ്ധിക്കണമേ, അസ്ഥിയുടെ മുകളിൽ പലരും കാൽ വയ്ക്കും. ബന്ധം വിട്ടു പോയതിൻ്റെ മുകളിൽ പലരും കാൽ വയ്ക്കും. തകർന്നു പോയതിൻ്റെ മുകളിൽ പലരും കാൽ വയ്ക്കും. പക്ഷെ ജീവിച്ചെഴുന്നേൽക്കുന്ന സൈന്യത്തിൻ്റെ പുറത്തൊരുത്തനും കാൽ വയ്ക്കത്തില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ശക്തന്മാരായി എഴുന്നേൽക്കുവാൻ പോകുക. ശക്തന്മാരുടെ ഒരു സൈന്യമാകി നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ നിലനിർത്തുന്ന സഹോദരി, നിന്റെ പ്രതീക്ഷകളെ നിലനിർത്തുന്ന, നിന്നെ ഈ ഭൂമിയിൽ നിലനിർത്തുന്ന, നിന്റെ കുടുംബജീവിതം അനുഗ്രഹമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ ശക്തനാക്കി ചിലരുടെ കാലുകൾ കടിയിൽ നിന്ന് എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. ഓ ചിലരുടെ കാൽ കീഴിൽ നിന്ന് നിന്റെ തലമുറകളെ എഴുന്നേൽപ്പിക്കുക. ചിലരുടെ കാൽ കീഴിൽ നിന്ന് നിന്റെ നന്മകളെ യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ഭാവിയെ ചിലരുടെ കാൽ കീഴിൽ നിന്ന് ചിലരുടെ കാൽ കീഴിൽ നിന്ന് ദുഷ്ടന്റെ കാൽ കീഴിൽ നിന്ന്, പിശാചിന്റെ കാൽ കീഴിൽ നിന്ന്, ചില മനുഷ്യരുടെ കാൽ കീഴിൽ നിന്ന്, ചില ദുഷ്ട മനുഷ്യരുടെ കാൽ കീഴിൽ നിന്ന് യേശുവിൻ നാമത്തിൽ ചിലർ എഴുന്നേൽക്കുക. എന്ന് പകൽ പ്രവചിക്കുക. ആമേൻ. നീ പ്രവചിക്കുക. നീ കണ്ണു തുറന്നു നോക്കണ്ട, പ്രവചിക്ക്. യേശുവിൻ നാമത്തിൽ ചിലർ ശക്തന്മാരെ എഴുന്നേൽക്കും. ആമേൻ. പ്രവചിക്കുന്ന നിന്റെ നാവിന് അധികാരം നൽകുന്ന ഒരുവനുണ്ട്. വിശ്വസിക്കുന്ന മാതാവേ, വിശ്വസിക്കുന്ന പിതാവേ, ഓ യെസ്, യേശുവിൻ നാമത്തിൽ, ഓ യാഥാര ശാഖാരതനെ ചിലതിനെ ജീവിപ്പിക്കുവാൻ, ചില ശക്തന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, നിന്റെ കുടുംബത്തിൽ, ദേശത്തിൽ ചില ശക്തന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ പ്രവചിക്ക്. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഒരു സൈന്യമായി
അവരെഴുന്നേറ്റ് വന്നു. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ശക്തി കൊണ്ടെല്ലാം നേരെയാവുമെന്നൊന്നും ആരും പറഞ്ഞില്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് വിശ്വസിക്കുന്ന ശക്തിയും കൊണ്ട് നിങ്ങൾ പോകണ്ട. ആമേൻ. വിശ്വാസത്തിനൊരു ശക്തിയുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനൊരു ശക്തിയുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് ശരിയായി പോയി നേരെയാക്കുമെന്നൊന്നും ആരും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് നേരെയാകത്തില്ല, പക്ഷെ യേശുവിന് നേരെയാക്കാൻ പറ്റും. ആമേൻ. ചിലരെ നേരെയാക്കാൻ യേശുവിന് പറ്റും. ചിലരെ തൊടുവാൻ യേശുവിന് കഴിയും. ചിലരെ മാനസാന്തരപ്പെടുത്തുവാൻ യേശുവിന് കഴിയും. ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. പിശാചിന്റെ തല തകർക്കുവാൻ യേശുവിന് കഴിയും. ശത്രുവിന്റെ തല തകർക്കുവാൻ യേശുവിന് കഴിയും. പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ കെട്ടിബന്ധിക്കുന്ന ബന്ധനങ്ങളെ അഴിക്കുവാൻ, പുറത്തു കൊണ്ടുപോയി നന്മ പ്രാപിക്കും വിധത്തിൽ നിർത്തുവാൻ യേശുവിന് കഴിയും. ഓ റാദിയ ശകാരതനെ ശന്ധാർഗന യേശുവിൻ നാമത്തിൽ. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാ പറഞ്ഞത്, നിന്റെ വിശ്വാസത്തിന് ആ ശക്തിയുള്ളത്, നിനക്കല്ല. ആമേൻ. എനിക്കൊരു ശക്തിയില്ല, പക്ഷെ എൻ്റെ വിശ്വാസത്തിന് നല്ല ശക്തിയുണ്ട്. ആമേൻ, സ്തോത്രം. ഇതിനകത്തായിരിക്കുന്ന നിങ്ങൾ ആരും നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ശക്തിക്കല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. കാരണം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കൊരു ലീഡറുണ്ട്. ആമേൻ, സ്തോത്രം. ഞാൻ വിശ്വസിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വേറൊരുത്തൻ വന്ന് നിൽക്കും. അവൻ്റെ പേരാണ് നസ്രയനായ യേശു. ആമേൻ. അവൻ അവിടെ നിന്നിട്ട് മാറിപ്പോകത്തില്ല. അവനൊരു പൂർത്തീകരണം വരുത്തും. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അവൻ നൽകി തരും. ആമേൻ. എൻ്റെ യേശുവിന് പൂർത്തീകരണം വരുത്തുവാൻ ശക്തിയുണ്ട്. ആമേൻ. യേശുവിന് ശക്തി ഉണ്ടെന്നാണ് പറഞ്ഞത്. ആമേൻ. കേൾക്കണമേ, വിശ്വാസത്തിൻ്റെ ശക്തി യേശുവിലാണ് വെളിപ്പെടുന്നത്. ആമേൻ, സ്തോത്രം. ആ യേശുവിൻ്റെ ശക്തിയാൽ മാറേണ്ടത് മാറും. അപ്പോൾ സ്തോത്രം, വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. രണ്ട് കാര്യങ്ങൾ കൂടെ വേഗത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്ന്, ഈ വിശ്വാസം വളരുന്ന ഇടം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആമേൻ, സ്തോത്രം. നമ്മൾ വിശ്വാസികളെന്ന് അറിയപ്പെടുന്നവരാണ്. എന്നാൽ വിശ്വാസികളാണോ, അവിശ്വാസികളാണോ, അല്പവിശ്വാസികളാണോ, വലിയ വിശ്വാസികളാണോ, ചെറിയ വിശ്വാസികളാണോ, ഇതൊക്കെ നമ്മൾ സ്വയം ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എവിടെയാണ് ഈ വിശ്വാസം വളരുന്നത്? നോക്കൂ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോകുന്നു. ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ആമേൻ. പിന്നെ 36-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാം. ആ സ്ത്രീയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം അവിടെ നൽകിയിട്ടുണ്ട്, വലുതായിട്ടൊന്നുമില്ല. ആ സ്ത്രീ അശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി. അവൾ കന്യാകാലത്തിൽ തന്നെ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ചു. അതിനുശേഷം 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി. ശ്രദ്ധിക്കണമേ, 84 വർഷം ഈ സ്ത്രീയുടെ ജീവിതത്തിൽ എന്താ ഉള്ളത്? ഒരു പിണ്ണാക്കുമില്ല. ആമേൻ, സ്തോത്രം. ഒന്നുമില്ല. ഭർത്താവില്ല, മക്കളില്ല, ബന്ധുക്കളില്ല, ചാർച്ചക്കാരില്ല, ഒന്നുമില്ല. സ്തോത്രം. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് എത്ര നാൾ വിശ്വാസികളായിരിക്കാൻ പറ്റും? ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ സ്ത്രീയുടെ അവസ്ഥയിലൊന്നും നമ്മളല്ല കേട്ടോ. ആമേൻ. ഈ സ്ത്രീയുടെ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ എന്നേ നമ്മൾ ഇവിടെ നിന്ന് വണ്ടി പിടിച്ച് പോയി യേശുവിനെ വെടിവെച്ച് കൊന്നേനെ. തൂക്കിക്കൊന്ന യേശുവിനെ, സ്തോത്രം, ക്രൂശിച്ച് കൊന്ന യേശുവിനെ നമ്മൾ വെടിവെച്ച് കൊല്ലും. അത്രമാത്രം നരക ജീവിതം ആ സ്ത്രീക്ക്. ഭർത്താവ് നല്ല സമയത്ത് 7 വർഷം ജീവിച്ചതേ ഉള്ളൂ. ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കളില്ല, ഒന്നും നല്ലതൊന്നും പറയാനില്ല. സ്തോത്രം. ആവർത്തിച്ച് വരുന്ന ദുരന്തം, നല്ലത് കാണുവാനില്ലാത്ത അവസ്ഥ, നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ വിശ്വാസം എവിടെ? വിശ്വാസം പോയിട്ട് ഒന്നും കാണത്തില്ല. പക്ഷേ 84 വർഷമായിട്ട് ഇവളുടെ വിശ്വാസത്തിനൊരു കുറവും വന്നില്ല. ആമേൻ. അതാ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ എവിടെയാണ് ഇവളുടെ വിശ്വാസം വളർന്നത്? ആമേൻ. നാട്ടുകാരുടെ ഇടയിലാണോ? അയൽക്കൂട്ടത്തിലാണോ? ബന്ധു വീടിലാണോ? റോട്ടിൻ കരയിലാണോ? ജോലി ചെയ്യുന്നവരുടെ ഇടയിലാണോ? അല്ല. വചനം പറയുന്നു ആലയത്തിൽ. ആമേൻ. 80 അല്ല 90 ആയാലും ആലയത്തിൽ വിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കും. എന്ത് നഷ്ടങ്ങൾ വന്നാലും, എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് പ്രതികൂലം വന്നാലും, നീ ആലയത്തിലാണെങ്കിൽ വിശ്വാസം വളരും. ആമേൻ, സ്തോത്രം. ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ 2 മാസം പള്ളിയിൽ പോകാതിരുന്നാൽ മതി. വിശ്വാസം ഏത് ലെവലിലാണെന്ന് നമുക്കറിയാൻ പറ്റും. ബൈബിളിലെ വിശ്വാസമാണ്, അത് ശ്രദ്ധിച്ചോളണം കേട്ടോ. നമ്മുടെ വിശ്വാസമൊക്കെ വേറെ. ആമേൻ. ശ്രദ്ധിക്കണമേ. അപ്പോൾ ആലയത്തിനകത്ത് ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവേ, 84 വർഷമൊക്കെ ഈ സ്ത്രീയെ പിടിച്ചു നിർത്തിയ സ്തോത്രം പുരോഹിതനും ശുശ്രൂഷകനും ഒക്കെ ഏത് ലെവലായിരിക്കും? ഇവരെന്ത് ദൂത് പറഞ്ഞിട്ടായിരിക്കും ഇവരെ പിടിച്ചു നിർത്തിയത്? നമ്മളിവിടെ ഒരു 10 തവണ കഷ്ടത വന്നാൽ 10 ദൂതും തീർന്നാൽ നമ്മൾ കാര്യം, കർത്താവെ ദൂത് തീർന്ന് നീ ഇത് എന്തൊരു കാണിക്കുന്നത്? നമുക്ക് പേടിയാണ്. ആമേൻ, സ്തോത്രം. വലിയ കഷ്ടതയിലിരിക്കുന്ന ഒരാളിനെ ആശ്വസിപ്പിക്കുവാൻ, ഒരു പരിധിയിൽ കൂടുതൽ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരെ ഉറപ്പിക്കുവാൻ
ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് പലപ്പോഴും പേടിയാണ്. ആമേൻ, സ്തോത്രം. മനുഷ്യന് പലപ്പോഴും പേടിയാണ്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്നാലും കർത്താവേ, ഒന്നുമില്ലാതെ, നല്ലതൊന്നും പറയാനില്ലാത്ത, ഒരു വീടില്ലാത്ത, കുടുംബമില്ലാത്ത, ബന്ധുക്കളില്ലാത്ത, ചാർച്ചക്കാരില്ലാത്ത ഈ സ്ത്രീയെ 84 വർഷം ആലയത്തിനകത്ത് നിർത്തിയെങ്കിൽ പുരോഹിതനും ശുശ്രൂഷകനും ഒക്കെ ഏത് ലെവലായിരിക്കും. ആമേൻ. ഞാൻ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ, പുരോഹിതനുമല്ല, സ്തോത്രം, മാറി മാറി വന്ന ശുശ്രൂഷകനും പ്രവാചകന്മാരും ഒന്നുമല്ല, അവളെ നിലനിർത്തിയത് ന്യായപ്രമാണം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവളെ നിർത്തിയത് വചനമാ, അവളെ നിർത്തിയത് വചനമാ. നീ ആലയത്തിലാണെങ്കിൽ ദൈവത്തിന്റെ വചനം നിന്നെ നിലനിർത്തും. നീ തളർന്നു പോകാതെ നിന്റെ വിശ്വാസം വർദ്ധിച്ച് യേശുവിൻ നാമത്തിൽ നീ ആലയത്തിലാണെങ്കിൽ നീ തളരുകയില്ല, നീ വളരും, നിന്റെ വിശ്വാസം വളരും, നിന്റെ വിശ്വാസം വർദ്ധിക്കും. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, 84 വയസ്സിൽ 84 വർഷം ഉറച്ചു നിന്നിട്ട് എന്തായിരിക്കും അവളുടെ ജീവിതത്തിൽ കിട്ടിയത്? അവളെക്കുറിച്ച് പറയുന്നു, അവളൊരു പ്രവാചകയാണ്. ആമേൻ, സ്തോത്രം. അവളൊരു ശുശ്രൂഷകയാണ്. അപ്പോൾ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? അംബിഷൻ എന്തായിരിക്കും? പഴയ നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്തായിരിക്കും? സ്ത്രീയുടെ സന്തതിയെ, അത് ഇന്നോട്ട് തോട്ടം മുതലുള്ള എല്ലാ മനുഷ്യരുടെയും ഭക്തന്റെ എല്ലാ ആഗ്രഹം അതാ, സ്ത്രീയുടെ സന്തതിയെ കാണണം. ആമേൻ. സർപ്പത്തിന്റെ തല തകർക്കുവാൻ പോകുന്നവനെ കാണണം, ബന്ധനം അഴിക്കുന്നവനെ കാണണം, കെട്ട് പൊട്ടിക്കുന്നവനെ കാണണം, അത്ഭുത മന്ത്രിയെ കാണണം, വീരനാം ദൈവത്തെ കാണണം, നിത്യ പിതാവിനെ കാണണം. തോട്ടം മുതൽ ജനം കാത്തിരിക്കുക. ആമേൻ, സ്തോത്രം. ഇവിടെ ആലയം വിട്ടുമാറാതെ നിന്ന ഒരു സ്ത്രീ, 84 വർഷം നല്ലതൊന്നും പറയുവാനില്ലാതെ നിന്ന സ്ത്രീ, അവൾ യെരൂശലേമിനെ വീണ്ടെടുപ്പിനെ കൺമുമ്പിൽ കണ്ടിട്ട്, യേശുവിനെ കണ്ടിട്ട് ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. ദൈവത്തെ സ്തുതിക്കുവാനുള്ളത് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ തരും. ഏറ്റവും ശ്രേഷ്ഠമേറിയത്, നിന്റെ വിശ്വാസം വർദ്ധിക്കുമെങ്കിൽ, നിന്റെ വിശ്വാസം വളരുമെങ്കിൽ, ഏറ്റവും ശ്രേഷ്ഠമേറിയത് തന്ന്, ഏറ്റവും ശ്രേഷ്ഠമേറിയത് തന്ന്, ഏറ്റവും യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിന്റെ വിശ്വാസം വർദ്ധിക്കുമെങ്കിൽ, നിന്റെ വിശ്വാസം വർദ്ധിച്ചു വരുമെങ്കിൽ, ഏറ്റവും ശ്രേഷ്ഠമേറിയത്, ഏറ്റവും ശ്രേഷ്ഠമേറിയത് വചനം പറയുന്നു, അവൾ വീണ്ടെടുപ്പ് കണ്ടു. അവൾ വീണ്ടെടുപ്പ് കണ്ടു. നീ ആ വീണ്ടെടുപ്പ് അനുഭവിക്കുവാൻ പോകുക. ഇന്നായിരിക്കുന്ന കഷ്ടതയിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ശാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, ശാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, കണ്ണുനീരിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, തകർച്ചയിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, പരാജയത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്, എല്ലാം നഷ്ടപ്പെട്ട അനുഭവത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ്. നീ ആ വീണ്ടെടുപ്പ് കാണുക. നീ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് കാണുക. സഭയെ നിങ്ങൾ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് കാണുക. പ്രൈസർ കുടുംബാംഗങ്ങളെ, നിങ്ങൾ ദൈവത്തിന്റെ യേശുവിൻ നാമത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് കാണുക. ദൈവത്തിന്റെ വീണ്ടെടുപ്പ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വീണ്ടെടുപ്പ്. വിശ്വാസത്തിൽ വളരുന്നവൻ വിശ്വാസം വർദ്ധിക്കും. നീ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് കാണുക. നീ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് കാണുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരേ, സ്തോത്രം. ആ വീണ്ടെടുപ്പിൽ, ആ സന്തോഷത്തിൽ നീ ജീവിക്കുക തന്നെ ചെയ്യും. വിശ്വാസം വർദ്ധിച്ചു വരുമെങ്കിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, വിശ്വാസത്തിന് ശക്തിയുണ്ട്. വിശ്വാസം വളരുന്നത് ഇവിടെയാണ്. ആലയത്തിൽ മാത്രമേ വിശ്വാസം വളരത്തുള്ളൂ. വേറെ ഒരിടത്തും നിങ്ങളുടെ വിശ്വാസം വളരത്തില്ല. നിങ്ങളൊന്ന് പോയിട്ട് നിങ്ങളുടെ കഷ്ടങ്ങളുമായി പുറത്തു പോ. നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളിനോട് പറയ്, അയ്യോ ഞാനിങ്ങനെ കഷ്ടതയിലായിരിക്കുന്നു. അവരെന്ത് പറയും? ഇതിങ്ങനെ തന്നെ ആടി, നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെ. ആമേൻ. വേറെ ചിലരോട് ചോദിക്ക്, അവരെന്ത് പറയും? നിന്റെ കയ്യിലിരിപ്പ് പണ്ടേ എനിക്കറിയാം, നിനക്ക് ഇങ്ങനെ തന്നെ കിട്ടണം, ഞാനും ആഗ്രഹിച്ചിരുന്നതാ, അങ്ങനെ പറയും. ഇനി മറ്റു ചിലരുണ്ട്, അവരോട് നിങ്ങൾ പോയി പറഞ്ഞു നോക്ക്, അയ്യോ ഞാൻ ഇതിലും കഷ്ടതയിൽ കിടക്കുകയാന്നേ. അപ്പോൾ പിന്നെയാണ് നീ. ആമേൻ. ലോകം നിന്റെ ഉള്ള വിശ്വാസത്തെ കൂടെ നഷ്ടപ്പെടുത്തിക്കളെ. ആമേൻ. പക്ഷെ ദൈവസഭയിൽ നീ ആ ഒരു വാക്ക് കേൾക്കത്തില്ല. ആമേൻ, സ്തോത്രം. ദൈവസഭയിൽ, സ്തോത്രം, എഴുന്നേറ്റ് നിൽക്കുന്നവൻ അവന്റെ ഉള്ളം കരഞ്ഞാലും അവൻ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ വിളിച്ചു പറയും, എന്റെ വീണ്ടെടുപ്പുകാരൻ, അവൻ ശക്തൻ, അവൻ ബലവാൻ, അവൻ എനിക്ക് വേണ്ടി വീരം പ്രവർത്തിക്കും. അവന്റെ വീണ്ടെടുപ്പ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. കാരണം ആലയത്തിൽ ഒരുവനെ നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ആലയത്തിൽ ഒരുവനെ നിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. ലോകത്തിൽ ഒരുവനെ ദൈവത്തിന്റെ വചനം നിർത്തത്തില്ല. ആമേൻ. ഭവനത്തിനകത്ത് നിർത്തത്തില്ല. ആലയത്തിനകത്ത് ദൈവത്തിന്റെ വചനം ഒരുത്തനെ നിർത്തും. അതാണ് ആ സ്തോത്രം തഴച്ചു വളരുന്ന അനുഭവത്തെ കുറിച്ച് ദാവീദ് പാടിയത്. ആമേൻ, സ്തോത്രം. ആലയത്തിലൊരു തഴപ്പുണ്ട്, ആലയത്തിലൊരു പുഷ്ടിയുണ്ട്, ആലയത്തിലൊരു പച്ചപ്പുണ്ട്. കാരണം അത് ന്യായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബാക്കി എല്ലായിടത്തും വചനം കിട്ടും, പക്ഷേ ന്യായമായത് പ്രമാണിക്കുവാൻ
പഠിപ്പിക്കുന്ന ഇടം സഭയാണ്. ആമേൻ, യേശുവിൻ നാമത്തിൽ. ആമേൻ, സ്തോത്രം. അടുത്ത് ശ്രദ്ധിക്കണമേ, വേഗത്തിൽ പറഞ്ഞു നിർത്തട്ടെ. മൂന്നാമതായി വിശ്വാസത്തെ തളർത്തുന്നവർ. നമ്മൾ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചിന്തിച്ചു. 2 വിശ്വാസം വളരുന്ന ഇടത്തെ നിങ്ങൾ മനസ്സിലാക്കി. 3 വിശ്വാസത്തെ തളർത്തുന്നവർ. ആരാണ് വിശ്വാസത്തെ തളർത്തി കളയുന്നത്? മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. നോക്കൂ, ഇവിടെ മിണ്ടാതിരിക്കപ്പെടുവാൻ ശാസിക്കപ്പെടുന്ന കുരുടന്മാർ. ആരാണ് ശാസിക്കപ്പെടുന്നത്? 2 കുരുടന്മാരാണ് ശാസിക്കപ്പെടുന്നത്. അവർ ശാസിക്കപ്പെടുവാനുള്ള കാരണം എന്താണ്? അവർ നിലവിളിച്ചു. അവർ നിലവിളിക്കാനുള്ള കാരണം എന്താണ്? അവർ കുരുടന്മാരാണ്. എന്ത് കണ്ടിട്ടാണ് അവർ നിലവിളിച്ചത്? യേശുവിനെ കണ്ടിട്ടാണ് നിലവിളിച്ചത്. ആമേൻ, സ്തോത്രം. പക്ഷേ അവരെ മിണ്ടാതാക്കിയവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ: ഇവർ സാഹചര്യങ്ങളാൽ തടവിലാക്കപ്പെട്ട് കണ്ണീരും നിലവിളിയും പരിതാപവുമായിട്ട് അവിടെ ഇരുന്നാൽ മതി. ആമേൻ, സ്തോത്രം. ആമേൻ. തടയുന്ന പലരുടെയും ഉദ്ദേശം അതാ: നീ അവിടെ ഇരുന്നാൽ മതി, നീ ഇത്രയൊക്കെ മതി, ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നോളാം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ശ്രദ്ധിക്കണമേ, ഇവരുടെ സ്തോത്രം, ഇവരുടെ ആവശ്യം എന്താ? എങ്ങനെയെങ്കിലും ഈ ഇരുട്ട് നിറഞ്ഞ ജീവിതം ഒന്ന് മാറണം. എങ്ങനെയെങ്കിലും ഈ നശിച്ച ജീവിതം, പിച്ചയെടുക്കുന്ന ജീവിതം, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന, തലകുനിക്കുന്ന, മറ്റുള്ളവർ അപമാനിക്കുന്ന, നിന്ദിക്കുന്ന ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകണം. അതാ ഇവരുടെ ആവശ്യം. പക്ഷെ അതിനുവേണ്ടി നിലവിളിച്ചപ്പോൾ അവിടെ നിന്ന് പറയണം, മിണ്ടാതിരിക്കുക, യേശുവിന് ശല്യമാവുന്നു. ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന ബിരുദന്മാരെ തിരിച്ചറിയണം. ആമേൻ, ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തെ കവർന്നു കളയുന്ന, നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി നീ കരച്ചിലും കണ്ണുനീരും നിരാശയും നിലവിളിയുമായി ഇങ്ങനെ തുടർന്നാൽ മതി, നാണയത്തുട്ടുകൾ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ തരാമെന്ന് പറയുന്ന ചിലതിനെ നീ തിരിച്ചറിയണം. ആമേൻ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അവർ വളരുവാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. നീ ആ വഴിവക്കിൽ കിടന്നാൽ മതി. ഹല്ലേലൂയ. വഴിവക്കിൽ കിടന്നാൽ മതി, വഴിവക്കിൽ കിടന്നാൽ മതി നീ. സ്തോത്രം. ഇവന്മാർ നടന്ന എവിടേക്കായിരിക്കും പോകുന്നത്? സ്തോത്രം. ഇവർ യേശുവിൻ്റെ പിന്നാലെ പോകാനാണ് ആഗ്രഹിച്ചത്. കാഴ്ച കിട്ടിയ ഉടനെ അവർക്ക് കാഴ്ച കിട്ടി. യേശു എവിടെ പോവും? ആമേൻ, സ്തോത്രം. യേശു നേരെ ആലയത്തിൽ പോവും. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മെ തളർത്തുന്ന, നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയുന്നവരെ നമ്മൾ തിരിച്ചറിയുക. ഇത് മനുഷ്യരിൽ മാത്രമല്ല, മനുഷ്യരിലുള്ളവർ 2 കൂട്ടങ്ങളുണ്ട്. ആമേൻ. ഒന്ന്, അവർ വിട്ടുപോയി, ഇനി നീയും പെടണ്ട എന്നുള്ളവർ. പക്ഷേ ഇവിടെ ഉള്ളവന്മാർക്കുള്ള ചിന്ത, ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നോളാം, നീ നടക്കണ്ട, നീ അവിടെ കിടന്നാൽ മതി, നീ അവിടെ ഇരുന്നാൽ മതി, നീ ഇത്രയുമൊക്കെ മതിയെന്ന് പറയുന്ന ഒരു വിവാഹം അതെപ്പോഴും ഉണ്ട്. ഞങ്ങളൊക്കെ യേശുവിൻ്റെ കൂടെ നടന്നോളാം, നിങ്ങൾ അവിടേക്ക് ഇരുന്നാൽ, നിങ്ങൾ ഒതുങ്ങിയിരുന്നാൽ മതി, നിങ്ങൾ ആ മൂലയ്ക്ക് ഇരുന്നാൽ മതി. ആമേൻ. യേശു അങ്ങനെ മൂലയ്ക്ക് ഇരുത്താൻ വേണ്ടി ആരെയും വിളിച്ചിട്ടില്ല. ഭൂലോകത്തൊക്കെയും പോയി ശിഷ്യന്മാരാക്കിക്കൊള്ളുവാൻ. നിങ്ങൾ ശിഷ്യന്മാരാണ്, അധികാരമുള്ള ശിഷ്യന്മാർ. ആമേൻ. നിങ്ങൾക്ക് കീഴ്പ്പെടുവാനാണ് പാമ്പുകളെയും തേളുകളെയും അവൻ ആക്കി വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കീഴ്പ്പെടുവാൻ, നിങ്ങളുടെ കാലിന് യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ശുശ്രൂഷകന് കീഴ്പ്പെടുവാനല്ല, നിങ്ങൾക്ക് കീഴ്പ്പെടുവാൻ. നിങ്ങൾ ശിഷ്യന്മാരാണ്. നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ചില പാമ്പുകൾ നിങ്ങളുടെ കാൽ കീഴിൽ കീഴ്പ്പെടും, ചില തേളുകൾ നിങ്ങൾക്ക് മുമ്പിൽ കീഴ്പ്പെടും, ചില പിശാചിന്റെ തലകൾ നിങ്ങൾക്ക് മുമ്പിൽ തകർക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ഒതുക്കി വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി അടുത്തവനെ തേടി പുറത്തു പോകണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. വേണ്ട വേണ്ട, ഇത്രയും മതി, ഇത്രയും മതി, ഇതുവരെ ആയല്ലോ, ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ, ഇങ്ങനെ പോട്ടെ എന്ന്. ആമേൻ, സ്തോത്രം. ഇങ്ങനെ പോട്ടെ എന്ന് പറയുന്നതല്ല, ഏറ്റവും നല്ലത് ആഗ്രഹിക്കുമാറാക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ആമേൻ, സ്തോത്രം. പോരാ പോരാ എന്ന്. ആമേൻ, സ്തോത്രം. എനിക്ക് ആരാധിച്ചാൽ പോരാ, എനിക്ക് പ്രാർത്ഥിച്ചാൽ പോരാ, എനിക്ക് എൻ്റെ കർത്താവിനെ സ്തുതിച്ചാൽ പോരാ, എനിക്ക് അവൻ്റെ പിന്നാലെ എത്ര ഓടിയിട്ടും കൊതി തീരുന്നില്ല, എനിക്ക് അവനെ ആരാധിച്ചിട്ടും ബതി തീരുന്നില്ല എന്ന് നിനക്കൊരു സ്തോത്രം ഒരു ആർത്തി തീരുന്നില്ലെങ്കിൽ നീ തിരിച്ചറിഞ്ഞു, നീ ലക്ഷ്യത്തിലെത്തിച്ചേരും. ആ കൂട്ടത്തെക്കാൾ മുൻപിൽ എൻ്റെ കർത്താവ് നിന്നെ കൊണ്ട് ചേർത്തും. ആമേൻ, സ്തോത്രം. നീ ആ വെളിച്ചമുള്ള ലോകം കാണും, യേശുവുള്ള ലോകം. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തെ തടഞ്ഞു വെക്കുന്നവരോട് പോയി പണി നോക്കുവാൻ പറയേ. അവർ ഉച്ചത്തിൽ പിന്നെയും നിലവിളിച്ചു. ആമേൻ, സ്തോത്രം. അവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ കുരുടന്മാരാണെങ്കിൽ യുവന്മാരുടെ ഉള്ളിൽ നല്ല പ്രകാശമുണ്ട്. അവർക്ക് കാര്യം മനസ്സിലായി, ഇവൻ്റെ ഉദ്ദേശം ഞങ്ങളെ ഇവിടെ കിടത്തുവാനാ. അങ്ങനെ കിടക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വിളിച്ചു പറ, യേശുവേ, ഞങ്ങൾക്ക് അങ്ങനെ കിടക്കണ്ട, ഞങ്ങൾക്ക് അങ്ങേക്കൊപ്പം വരണം,
ഞങ്ങൾക്ക് വെളിച്ചമുള്ളൊരു ലോകം കാണണം, ഞങ്ങൾക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം, ഞങ്ങൾക്ക് അങ്ങയുടെ അത്ഭുതങ്ങൾ കാണണം, ഞങ്ങൾക്ക് അങ്ങേക്കൊപ്പം നടന്ന് തൃപ്തി പ്രാപിക്കണം, ഞങ്ങൾക്ക് മുമ്പിൽ പാമ്പുകൾ കീഴ്പ്പെടണം, ഞങ്ങൾക്ക് മുമ്പിൽ തേളുകൾ ചവിട്ടി അഴയ്ക്കപ്പെടണം, ഞങ്ങൾക്ക് മുമ്പിൽ സാത്താന്റെ തല തകർക്കപ്പെടണം, ഞങ്ങൾക്ക് മുമ്പിൽ പാതാള ഗോപുരങ്ങൾ വിറയ്ക്കണം. ഓ തിരിച്ചറിയുന്നവർക്കായി നിങ്ങളുടെ വിശ്വാസം ചിലതിനെ തകർക്കുവാൻ തക്കവണ്ണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും തകർക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ശക്തരാക്കി മാറ്റിയ പ്രാർത്ഥിച്ചാട്ട് ആരും മൗനമായിരിക്കരുത്. ചില തീ സ്തോത്രം ഇന്ന് ബലമില്ലാതായി മാറുവാൻ പോകുക, നിന്നെ ദഹിപ്പിക്കുവാൻ നിൽക്കുന്ന, നിന്നെ തകർത്ത് കളയുവാൻ നിൽക്കുന്ന, നിന്റെ ജീവിതത്തിനൊരു എൻഡ് കാട്ടുവാൻ നിൽക്കുന്ന, ഇത് തീർന്നു ഇതുവരെ മതി എന്ന് പറയുന്ന ചിലതിന് യേശുവിൻ നാമത്തിൽ അവിടെ ഇറങ്ങി നിൽക്കുന്ന ഒരു കർത്താവ്. ആമേൻ. മുൻപിലുള്ള പ്രശ്നത്തിൽ നീയല്ല, എന്റെ യേശു ഇറങ്ങി നിൽക്കുക. നീ കടന്നു പോകുമ്പോൾ ആ സ്റ്റേഷനകത്ത്, ആ കോടതിക്കകത്ത് സഹോദര, എന്റെ യേശു നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ പോകുക. അവിടെ നീ എത്തുന്ന സ്ഥാനത്ത് കുഞ്ഞേ സ്തോത്രം, നീ ആയിരിക്കുന്ന ആ സ്തോത്രം എക്സാം ഹാളിൽ, ആ ഇന്റർവ്യൂ ബോർഡിൽ എന്റെ യേശു നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ പോകുക. ശത്രുവിനാൽ നീ പിടിക്കപ്പെടുന്ന സ്ഥാനത്ത് എന്റെ യേശു ആ ശത്രുവിനെ തകർക്കുവാൻ ഇറങ്ങി നിൽക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിളിച്ചു പറയാം, അപ്പാ എനിക്ക് ശക്തിയില്ല, അപ്പാ എനിക്ക് ശക്തിയില്ല, ഞാൻ ബലഹീനനാണ്, എനിക്ക് മുമ്പേ എന്റെ പ്രശ്നത്തിൽ അങ്ങ് ഇറങ്ങി നിൽക്കണമേ. ഈ തീയിൽ ഞാൻ വെന്തു പോകരുത്, ഈ പ്രശ്നത്തിൽ ഞാൻ തകർന്നു പോകരുത്, ഈ പ്രതികൂലങ്ങളിൽ ഞാൻ വീണു പോകരുത്. എനിക്ക് ജീവിക്കണം അപ്പാ, എനിക്ക് അങ്ങയ്ക്കൊപ്പം ജീവിക്കണം കർത്താവേ. എനിക്ക് വെളിച്ചമുള്ളൊരു ലോകം വേണോ അപ്പാ, എനിക്ക് സന്തോഷമുള്ളൊരു ലോകം വേണം കർത്താവേ. വിളിച്ചു പറയ, ആ കുരുടന്മാർ നിലവിളിച്ചതുപോലെ നിങ്ങളുടെ വിശ്വാസം വലുതെങ്കിൽ, യേശുവേ എനിക്ക് അങ്ങുള്ളൊരു ലോകം വേണം, യേശുവേ എനിക്ക് അങ്ങുള്ളൊരു ജീവിതം വേണം, യേശുവേ എനിക്ക് അങ്ങേക്കൊപ്പം നടക്കണം, യേശുവേ എനിക്ക് സമൃദ്ധിയുടെ കുട്ട ചുമക്കണം, യേശുവേ എനിക്ക് നിറഞ്ഞ വല വലിക്കണം, യേശുവേ എനിക്ക് പാതാള ഗോപുരങ്ങളെ തകർക്കണം, യേശുവേ എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കണം, യേശുവേ എനിക്ക് ബന്ധനങ്ങളെ അഴിക്കണം. വിളിച്ചു പറയ്, നിങ്ങളുടെ വിശ്വാസം വലുതെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നു. യേശുവിൻ നാമത്തിൽ വിളിച്ചു പറയ്. നിങ്ങൾ ബലഹീനരായിരിക്കാം, നിനക്ക് ശക്തിയിലായിരിക്കാം, നീ ദുർബലനായിരിക്കാം, എന്റെ യേശുവിന് ശക്തിയുണ്ട്, എന്റെ യേശുവിന് ശക്തിയുണ്ട്. നിന്റെ പടകിൽ കയറുവാൻ, ഒഴിഞ്ഞ വല നിറയ്ക്കുവാൻ എന്റെ യേശുവിന് ശക്തിയുണ്ട്. തീച്ചുളക്കകത്ത് ഇറങ്ങി നിൽക്കുവാൻ എന്റെ യേശുവിന് ശക്തിയുണ്ട്. സാത്താന് മിന്നൽ പോലെ വീഴുന്നത് കണ്ട് നിന്നോട് ആ സന്തോഷം അറിയിക്കുവാൻ എന്റെ യേശുവിന് ശക്തിയുണ്ട്. പാമ്പിനെയും തേളിനെയും ചവിട്ടുന്ന അധികാരത്തെ തരുവാൻ എന്റെ യേശുവിന് ശക്തിയുണ്ട്. നിന്റെ ഭാര്യ മാനസാന്തരപ്പെടുത്തുവാൻ എന്റെ യേശുവിന് ശക്തിയുണ്ട്. നിന്റെ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തുവാൻ, നിന്റെ മക്കളെ മാനസാന്തരപ്പെടുത്തുവാൻ, നിന്റെ കുടുംബത്തെ പ്രാർത്ഥിക്കുക. തൊഴിലിടത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടത്തെ മാറ്റുവാൻ, നിന്റെ ഞെരുക്കത്തെ മാറ്റുവാൻ പ്രാർത്ഥിക്കുക. ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്കുക. വിളിച്ചു പറയൂ, യേശുവേ എനിക്ക് അങ്ങയുടെ കൂടെ നടന്നാ മതി, എനിക്ക് വെളിച്ചമുള്ള ലോകം മതി, എനിക്കിനി തപ്പിത്തടയാൻ വയ്യ, എനിക്കിനി ആരുടെയും പരിഹാസ വാക്ക് കേൾക്കാൻ വയ്യ. അപ്പാ അങ്ങ് എന്നെയും കൂട്ടണമേ, അപ്പാ വെളിച്ചത്തിലേക്ക് എന്നെ നടക്കണമേ, യേശുവേ എന്റെ കണ്ണും തുറക്കണമേ, യേശുവേ എന്റെ ജീവിതത്തിലെ ഇരുട്ട് മാറ്റി തരണമേ, യേശുവേ പ്രതീക്ഷയുള്ള ഒരു പുതിയ ലോകം. ആരാധന. സ്തോത്രം. യേശുവിൻ നാമത്തിൽ വിളിച്ചു പറയ്, വിളിച്ചു പറയ്, വിളിച്ചു പറയ്. ചില ശബ്ദങ്ങളെ പുറത്താക്ക്. നിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും നിന്നെ ഒതുക്കിക്കൂട്ടുന്ന, നിന്നെ തളച്ചിടുന്ന ചില ശബ്ദങ്ങളെ, വ്യക്തികളെ, ചില ശീലങ്ങളെ, സ്തോത്രം, ചില കൂട്ടുകെട്ടുകളെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ നീ ആ വെളിച്ചമുള്ളിടത്തേക്ക്, യേശുവുള്ളിടത്തേക്ക് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റുക. സഹോദരി, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറുക. വെളിച്ചമുള്ള ഭവനമായി, യേശുവുള്ള ഭവനമായി, നിന്റെ ജീവിതം വെളിച്ചമുള്ള ജീവിതമായി, യേശുവുള്ള ജീവിതമായി, യേശുവുള്ള ജീവിതമായി ഏൽപ്പിച്ചു കൊടുക്ക്. യേശുവുള്ള ജീവിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്ക്. ആമേൻ. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റ്. ആൾക്കൂട്ടത്തോട് പോകാൻ പറ. യേശുവിൻ നാമത്തിൽ നിന്നെ പിന്നോട്ട് വലിക്കുന്ന എന്തിനോട് വിളിച്ചു പറ, എനിക്ക് എന്റെ യേശു മതി, എനിക്ക് എന്റെ യേശു മതി. ഇന്ന് പകൽ വിളിച്ചു പറയ്, എനിക്ക് എന്റെ യേശു മതി, എനിക്ക് എന്റെ യേശുവിനൊപ്പമുള്ള ജീവിതം മതി, എനിക്ക് എന്റെ യേശുവിനൊപ്പം നടന്നാൽ മതി, എനിക്ക് എന്റെ യേശുവിന് വേണ്ടി ജീവിച്ചാൽ മതി, എനിക്ക് എന്റെ യേശുവിനൊപ്പം വെളിച്ചം കാണണം, എന്റെ കുടുംബത്തിൽ വെളിച്ചമുണ്ടാകണം, എന്റെ വീട്ടിനകത്ത് വെളിച്ചമുണ്ടാകണം, എനിക്ക് സമാധാനം വേണം, എനിക്ക് സ്വസ്ഥത വേണം, എന്റെ നിന്ന മാറണം, എന്റെ തലകുനിയൽ മാറണം, എന്റെ
രോഗം മാറണം. വിളിച്ചു പറയ, വിളിച്ചു പറ, യേശുവിനൊപ്പമുള്ള ജീവിതം, യേശുവുള്ള ജീവിതം, യേശുവുള്ള ജീവിതം, യേശുവുള്ള ജീവിതം. മുൻപിലെ ചില തടസ്സങ്ങളെ മാറ്റുക. ഓ റാദിയ റാദാര ഷാഖാരോധനെ, യേശുവുള്ള മക്കൾ, ഓ സ്തോത്രം, പുറത്തു വരിക. യേശുവുള്ള തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക, യേശുവുള്ള കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ യേശുവുള്ള ജീവിതം, യേശുവിനൊപ്പമുള്ള ജീവിതം, യേശുവിനൊപ്പമുള്ള ജീവിതം, യേശുവിനൊപ്പമുള്ള ജീവിതം, യേശുവിനൊപ്പമുള്ള ജീവിതം. വിളിക്ക്, യേശുവേ എനിക്ക് അങ്ങേക്കൊപ്പം ജീവിച്ചാൽ മതി. ആയിരിക്കുന്ന സ്ഥാനത്ത് നിലവിളിയുടെ ശബ്ദം കുറയരുത്. നിങ്ങൾ എവിടെയായിരുന്നാലും ആ മുറിക്കകത്ത് നിലവിളിക്ക്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിലവിളിക്ക്. എനിക്ക് യേശുവിനൊപ്പമുള്ള ജീവിതം മതി, എനിക്ക് എൻ്റെ യേശു മതി, എനിക്ക് എൻ്റെ യേശുവിനൊപ്പം ജീവിച്ചാൽ മതി, എനിക്ക് എൻ്റെ യേശുവിനൊപ്പം വെളിച്ചമുള്ള ജീവിതം മതി, എനിക്ക് എൻ്റെ യേശുവിനൊപ്പം സമാധാനമുള്ള ജീവിതം മതി. എനിക്കിന്ന് ഇരുൾ വേണ്ട, എനിക്കിന്ന് നിന്ന വേണ്ട, എനിക്കിന്ന് കണ്ണുനീർ വേണ്ട, എനിക്കിന്ന് കഷ്ടം വേണ്ട. വിളിച്ചു പറയ യേശുവിൻ നാമത്തിൽ. ചിലർ യേശുവിനൊപ്പം നടക്കുവാൻ തുടങ്ങിയ, ചിലർ യേശുവിനൊപ്പം നടക്കുവാൻ തുടങ്ങിയ. ഒഴിവാക്കേണ്ട ശബ്ദങ്ങളെ ഒഴിവാക്ക്, ഒഴിവാക്കേണ്ട കൂട്ടുകെട്ടുകളെ ഒഴിവാക്ക്, ഒഴിവാക്കേണ്ട ശീലങ്ങളെ ഒഴിവാക്ക്, നിന്നെ അവിശ്വാസത്തിൽ തളച്ചിടുന്നതിനെ ഒഴിവാക്ക്. സൗഖ്യത്തിന് വിരോധമായി നിൽക്കുന്ന അവിശ്വാസം മാറിപ്പോകുക, സൗഖ്യമാകുക. ആമേൻ, ആമേൻ. സൗഖ്യമാകിയ നിന്നെ ബലഹീനപ്പെടുത്തുന്ന, പുറത്തു വരുവാൻ കഴിയാത്ത ഒരു ദിവസം പുറത്തു വന്നാൽ അത് ഒരു ദിവസം ആരാധിച്ചാൽ അടുത്ത ദിവസം ആരാധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ രോഗിയാക്കുന്ന ബന്ധനം യേശുവിൻ നാമത്തിൽ ചില വർഷങ്ങളായി, 9 വർഷത്തിലധികമായി, 9 വർഷത്തിലധികമായി നിന്റെ ശരീരത്തിന്മേൽ കയറിയ രോഗം, ആ രോഗാത്മാവ്, ആ നടുവേദനയുടെ ആത്മാവ് നിവർന്നും ചരിഞ്ഞും ഇരിക്കുവാൻ കഴിയാതെ നേരാമണ്ണ കിടക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിന്റെ ശരീരത്തിൽ കയറിക്കൂടിയ ആ പൈശാചിക മണ്ഡലം, ആ രോഗാത്മാവ് ഇന്ന് പകൽ വിട്ടുപോകും. ഓ ആ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. യേശുവിടത്ത് ചില വർഷങ്ങളുടെ കണക്ക് മാറുക, വർഷങ്ങളായി സഞ്ചരിച്ച ഇരുട്ട് വഴി മാറുക. ചിലരുടെ ഇരുട്ട് വഴി മാറുക. നീ തപ്പി തടഞ്ഞത് മതി, നീ ഇരുട്ടിലായത് മതി. ചില ഇരുട്ടിന്റെ അനുഭവം മാറുക, നീ വെളിച്ചമുള്ള ലോകത്തിൽ. യേശുവിൻ നാമത്തിലേക്ക്. ഓ ചില വർഷങ്ങളായി, ചില വർഷങ്ങളായി നീ നടക്കുന്നത് ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ. നീ ഒത്തിരി വീഴുന്നുണ്ട്, നീ ഒത്തിരി കരയുന്നുണ്ട്, നീ ഒത്തിരി മുറിപ്പെടുന്നുണ്ട്, നീ ഒത്തിരി മുറിപ്പെടുന്നുണ്ട്. വിളിച്ചു പറ, ഓ സ്തോത്രം, വെളിച്ചമുള്ള വഴിയെ നീ നടക്കുവാൻ പോകുക. യേശുവിനെ വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക. വിളിച്ചു പറ, യേശുവേ എനിക്ക് അങ്ങുള്ള ജീവിതം മതി, എനിക്ക് എൻ്റെ യേശു മതി, എനിക്ക് എൻ്റെ യേശു മതി, എനിക്ക് എൻ്റെ യേശു മതി, എനിക്ക് എൻ്റെ യേശു മതി. വിളിച്ചു പറയ, അപ്പാ അങ്ങ് മതി, അങ്ങ് കാലധികം എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പാ അങ്ങ് മാത്രം മതി, അങ്ങയുടെ സ്നേഹം മതി. അപ്പാ അങ്ങയുടെ കാൽപാദങ്ങൾ മതി കർത്താവ്. എനിക്ക് പിന്തുടരുവാൻ അങ്ങ് നടക്കുന്ന മഴ മതിയപ്പാ. വിളിച്ചു പറയ, അങ്ങല്ലാതെ എനിക്ക് മറ്റൊന്നും വേണ്ട, അങ്ങയുടെ സ്നേഹമല്ലാതെ എനിക്കൊന്നും വേണ്ട, എനിക്ക് ആൾക്കൂട്ടത്തിന്റെ ശബ്ദം വേണ്ട, എനിക്ക് അങ്ങയുടെ ശബ്ദം കേട്ടാൽ മതി. വിളിച്ചു പറയ, എന്റെ യേശുവിന്റെ ശബ്ദം കേട്ടാൽ മതി. ആ ശബ്ദം നിന്നെ കല്ലറയ്ക്കകത്തൊന്ന് പുറത്തു കൊണ്ടുവരും. എന്റെ യേശുവിന്റെ ശബ്ദം കല്ലറയിലാക്കുന്ന ശബ്ദമല്ല, നിന്നെ കല്ലറയ്ക്കകത്തൊന്ന് പുറത്തു കൊണ്ടുവരുന്ന ശബ്ദമാ. യേശുവിന്റെ ശബ്ദം നിന്നെ മരിപ്പിക്കുന്ന ശബ്ദമല്ല, നിന്നെ ജീവിപ്പിക്കുന്ന ശബ്ദമാ. വിളിച്ചു പറയ, യേശുവേ എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം, യേശുവേ എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം, യേശുവേ എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കണം. നിലവിളിക്ക്, നിലവിളിക്ക്, നിലവിളിക്ക് യേശുവിന്റെ ശബ്ദം. ഓ റാദിയ റാദാര ശാഖ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വെളിപ്പെട്ട് വ്യാപരിക്കുന്ന വലിയ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. ഓ ഇരുട്ട് നിറഞ്ഞ അനുഭവത്തെ മാറ്റുന്ന കൃപയ്ക്കായി വെളിച്ചത്തിൽ യേശുവിനൊപ്പം സമൃദ്ധി ചുമന്ന്. ഓ റാദിയ റാദാ ശാഖ. യേശുവിൻ നാമത്തിൽ അങ്ങയുടെ സാന്നിധ്യം ചലിക്കുന്ന കൃപയ്ക്കായി ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഇത് ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ. ഇവരുടെ വിശ്വാസത്തിന്റെ ശക്തി ഓ തീയുടെ ബലത്തെ കെടുത്തട്ടെ. ചില വായ്കളെ അടപ്പിക്കട്ടെ, മരിച്ചതിനെ ഉയർപ്പിക്കട്ടെ. വിശ്വാസം വളരട്ടെ. ഓ സ്തോത്രം. വിട്ടുമാറേണ്ടത് വിട്ടുമാറട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. അങ്ങയുടെ നാമത്വത്തിനായി പ്രയോജനപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ
നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.